Hello മക്കളെ, വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. മക്കളെ, +1 ഇംപ്രൂവ്മെന്റ് എക്സാം നാളെയാണ് എന്നറിയാലോ. ആ എക്സാമിന് വേണ്ടിയിട്ട്, അതിലും മുഴുവൻ മാർക്ക് വേണ്ടിയിട്ട് 60 ഔട്ട് ഓഫ് 60 വാങ്ങാനായിട്ട് വന്നിട്ടുള്ള പിള്ളേരാണ് റാൻസിന്റെ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ ലൈവ് കാണുന്നത്? എന്തുകൊണ്ടാണ്? നാളെ എക്സാം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല, നിങ്ങൾക്ക് അറിയില്ലേ? ഓക്കെ, നോക്കടാ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ള ആദ്യം തന്നെ ഞാൻ പറയാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയാം എന്താണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂടാ. 14 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ട് തിയറീസ് ഞാൻ പറയും. 14 ചാപ്റ്റേഴ്സിൻ്റെയും ഇതുവരെ ഒന്നും പഠിക്കാത്തവർക്ക് കൂടി ഇത് ഉപകാരപ്പെടും. പ്ലസ് ഓരോ ചാപ്റ്ററിന് വന്നിട്ടുള്ള ഡെറിവേഷൻസ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ഡെറിവേഷൻസ് ചെയ്യും, പ്രോബ്ലംസ് ചെയ്യും, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതാ പറഞ്ഞുതരും, വൺ വേർഡ് ഒക്കെയാണ് തെറ്റിക്കുക, അതൊക്കെ ഏതൊക്കെ വരാ എന്നുള്ളത് പറഞ്ഞുതരും. നിങ്ങൾ കൂടെ നിൽക്കുകയാണെങ്കിൽ +1 ഇംപ്രൂവ്മെന്റ് എക്സാം പുഷ്പം പോലെ സിമ്പിൾ ആയിട്ട് എഴുതാനേ എങ്ങനെ എഴുതാം എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരും. അപ്പൊ കുറച്ച് സമയം കൂടുന്ന 14 ചാപ്റ്റേഴ്സും തിയറീസും പ്രോബ്ലംസും നമുക്ക് സെറ്റാക്കാം. മാമനോട് ഒന്നും തോന്നല്ലേ, നാളെ എക്സാം ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ സിമ്പിൾ ആയിട്ട് ഡെറിവേഷനൊക്കെ ഞാൻ സ്റ്റെപ്പുകളൊക്കെ കുറച്ച് സിമ്പിൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഡെറിവേഷൻസ് എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. കൂടുതലൊന്നും സമയം എടുക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് ലൈവ് നിങ്ങൾ നടക്കുന്നുണ്ടാവും. അപ്പം നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് ഇതിൻ്റെ പ്രത്യേകത, എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്നുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർമ്മയിലുണ്ടാവുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം 14 ചാപ്റ്റേഴ്സും ഈ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1.5 മണിക്കൂർ ലൈവ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണടാ, തീർക്കണം. എങ്കിൽ മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ചാപ്റ്റർ. 5 മാർക്ക് ഉറപ്പിക്കുന്ന ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. നോക്കിയിരുന്നോട്ടോ, ഇവിടെ ശ്രദ്ധിച്ചിരുന്നോ? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ ആദ്യം അറിയേണ്ട യൂണിറ്റ്സ് ആണ് മക്കളെ. ഇവിടെ 7 യൂണിറ്റ്സ് ഉണ്ട്. ഏത്? SI യൂണിറ്റുകൾ, സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ യൂണിറ്റ്സിൽ 7 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ? ലെങ്ത് ഉണ്ട്, മീറ്റർ, മാസ് ഉണ്ട്, കിലോഗ്രാം, ടൈം ഉണ്ട്, സെക്കൻഡ്, ഇലക്ട്രിക് കറന്റ്, ആംബിയർ അറിയാം സാറേ, കെൽവിൻ ഉണ്ട്, ടെമ്പറേച്ചറിന്റെ കെൽവിൻ ആണ്. ഇതിന് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്നുള്ള വലിയ പേര് നമ്മൾ ചുരുക്കിയിട്ട് മോളെ എന്ന് വിളിക്കും. ദെൻ അടുത്ത ലുമിനസ് ഇന്റൻസിറ്റി. ലുമിനസ് എന്ന് പറഞ്ഞാൽ തന്നെ കറണ്ടാന്ന് അറിയാം. ലുമിനസ് ഇന്റൻസിറ്റി. അപ്പോൾ കറണ്ടുമായി ബന്ധപ്പെട്ടിട്ട് കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ അല്ലേ ഞങ്ങളെപ്പോലുള്ള വലിയ ആൾക്കാരെ എന്തിനായിട്ടുള്ളൂ? കാൻഡിൽ ലൈറ്റ് ഡിന്നർ ആയിട്ടുള്ളൂ. നിങ്ങൾ കുട്ടികളാണ്, എക്സാം എഴുതുന്നതിന് മുന്നേ അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. ഓക്കെ, ഇനി ശ്രദ്ധിച്ചിരുന്നു, കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഓർത്തിരിക്കുക. കാൻഡിലയാണ് എന്തിൻ്റെ യൂണിറ്റ് ഇടാ? ലുമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാടാ? സപ്ലിമെന്ററി യൂണിറ്റ്സ്. ഏതൊക്കെയാടാ? ഒന്ന് പ്ലെയിൻ ആംഗിൾ, അതിൻ്റെ യൂണിറ്റ് എന്താ? റേഡിയൻ. ഒന്ന് സോളിഡ് ആംഗിൾ, അതിൻ്റെ യൂണിറ്റ് എന്താ? സ്റ്റിറേഡിയൻ. ഓക്കെ, മാറോ? ഇല്ല. SS ഓർത്തുന്ന സോളിഡ് ആംഗിൾ സ്റ്റിറേഡിയൻ. ഒന്ന് പറഞ്ഞേ, സോളിഡ് ആംഗിൾ സ്റ്റിറേഡിയൻ. കമന്റ് ബോക്സിൽ കത്തിച്ച് തീയിട്ടാണ്. പക്ഷേ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ നിങ്ങളോട് ആൻസർ പറയുന്ന സമയത്ത് അതുകൂടി കമന്റ് ബോക്സിൽ കാണട്ടോ. ഓക്കെ, ദെൻ ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ ഉണ്ടോ വെച്ചാൽ ഇല്ല തന്നെ പറയാം. കാരണം തന്നെ ഉള്ളൂ ഇതിൽ പഠിക്കാനുള്ളത്. നോക്കണം, ഈ ഡയമെൻഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഒരു കാര്യം പറയാം, എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ മാജിക് ഡയമെൻഷൻസ് ഒന്ന് പഠിച്ചു വെച്ചാലോ. ശ്രദ്ധിച്ചോ, ആദ്യം തന്നെ പഠിക്കേണ്ടത് ഏതാ? വെലോസിറ്റി. ഓക്കെ, ആദ്യം തന്നെ പഠിക്കേണ്ടത് ഏതാണ്? വെലോസിറ്റി. വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1. വെലോസിറ്റി കഴിഞ്ഞാൽ അടുത്ത ആക്സിലറേഷൻ, അപ്പോൾ LT⁻². ആക്സിലറേഷൻ കഴിഞ്ഞാൽ അടുത്ത ഫോഴ്സ്, അപ്പോൾ MLT⁻². അത് കഴിഞ്ഞാൽ അടുത്ത എനർജി ആകുമ്പോൾ ഒരു L കൂടുതലാകുമ്പോഴേക്ക് എനർജി ഉണ്ടാവുക. ഓക്കെ, ഭയങ്കര എനർജിയിലൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പറയും, ആ ചെങ്ങായിക്ക് ഒരു L കൂടുതലാന്ന് പറയും. ഞങ്ങളൊക്കെ അങ്ങനെ പറയാറുണ്ട് കേട്ടോ. നിങ്ങൾ പറയാറില്ല എന്നൊന്നും പറയാൻ കമൻറ്റ് ഇടരുത്. ഇപ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറയണം. ഓക്കെ, ദെൻ എനർജി എന്ന് പറയുമ്പോൾ ML²T⁻². പവർ എന്ന് പറയുമ്പോൾ എനർജിയെക്കാളും എന്ത് കൂടുതലാ? T കൂടുതലാ. ML²T⁻⁻3. ഓർഡർ അങ്ങനെ ഓർത്ത് വെക്കുക. വെലോസിറ്റി LT⁻. ഉറക്കനൊന്ന് പറഞ്ഞേ. കേരളം മുഴുവൻ ഡയമെൻഷൻ കേൾക്കട്ടെ. എന്തോന്ന് പറഞ്ഞേ? വെലോസിറ്റി LT⁻⁻1. അടുത്തത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് LT⁻². ഫോഴ്സ് എന്ന് പറയുന്നത് MLT⁻². അടുത്തത് എനർജി എന്ന് പറയുന്നത് ML²T⁻². അടുത്തത് പവർ എന്ന് പറയുന്നത് പവർ ആയിട്ട് പറഞ്ഞേ ML²T⁻⁻3. റെഡിയാണോ? കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ, സീനൊന്നുമില്ലല്ലോ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എന്നാ നോക്കിക്കോടാ. അടുത്തത് യൂണിറ്റ്. ഇവിടെ യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻ. യൂണിറ്റ് ആണ്, ബട്ട് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. എങ്ങനത്തെ സാധനങ്ങൾ ആരൊക്കെയാ? പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ. നിങ്ങൾ നേരത്തെ പഠിച്ചില്ലേ, സപ്ലിമെന്ററി ആംഗിൾസിനെ കുറിച്ച് പഠിച്ചില്ലേ? പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. അതെന്ത് ചെയ്യടാ? ഒന്ന് ഓർത്ത് വെക്കുക. കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ.
പ്ലെയിൻ ആംഗിൾ സോളിഡ് ആംഗിൾ ഒന്ന് വൃത്തി കോർത്ത് വെക്കുക. അതിന് യൂണിറ്റ് ഉണ്ട്, ബട്ട് എന്തില്ല, ഡയമെൻഷൻ ഇല്ല. ഒരു സാധനം ഇല്ലാത്ത ചങ്ങായിമാരുണ്ട്, യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ല. ഓക്കെ, ഉൾപ്പില്ല ജാടില്ല എന്നൊക്കെ പറഞ്ഞില്ല, യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ല. അങ്ങനത്തെ ആൾക്കാർ ആരൊക്കെയാടാ നോക്കടാ? ഒന്ന് റിലേറ്റീവ് ഡെൻസിറ്റിയും രണ്ടാമത് സ്ട്രെയിനും. റിലേറ്റീവ് ഡെൻസിറ്റിയും സ്ട്രെയിനും രണ്ടും റേഷ്യോ ആണ്. ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റിയും സ്ട്രെയിനും ഓർത്ത് വെക്കണം. ഇത് നിങ്ങൾക്ക് അറിയാം, സപ്ലിമെന്ററി ആംഗിൾസിന് യൂണിറ്റ് ഉണ്ട്, സപ്ലിമെന്ററി യൂണിറ്റ്സിന് യൂണിറ്റ് ഉണ്ട്, എന്തില്ല, ഡയമെൻഷൻ ഇല്ല. റിലേറ്റീവ് ഡെൻസിറ്റിക്കും സ്ട്രെയിനും എന്തുണ്ട്, യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. ഓക്കെ, വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, മക്കൾ ശ്രദ്ധിക്കൂലേ? അങ്ങനെയെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട്, മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവാൻ നോക്കടാ. Find the dimensional quantity of gravitational constant F equal to G m1 m2 by r square. എങ്ങനെ ചെയ്യാ? ആദ്യം തന്നെ ഇത് എടുത്തേതാ, G m1 m2 by r square. സാർ എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എന്തിനാണ് ചോദിച്ചത്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അല്ലേ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഏതാ? G അല്ലേ? സിംഗിൾ ആക്കുക, സിംഗിളുകൾ കമോൺ. എന്താ ചെയ്യേണ്ടടാ? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യത്രേ ഉള്ളൂ. സിംഗിൾ ആയ എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, ചില ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കമ്മിറ്റഡ് ആയാലും ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല കേട്ടോ, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കാറില്ല. ഓക്കെ, സിംഗിൾ ആയാൽ ഒരുപാട് പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ ജീനെ സിംഗിൾ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണടാ? ആർ സ്ക്വയറിന് ഇക്വേഷന് പുറത്തേക്ക് കൊണ്ടുപോകണം. ആർ സ്ക്വയറിന് ഇക്വേഷനെ പുറത്തേക്ക് കൊണ്ടുപോകണം. ബൈ ആർ സ്ക്വയർ ഇക്വേഷനെ പുറത്തേക്ക് വരുമ്പോൾ ഇൻറ്റു ആർ സ്ക്വയർ ആവും. ഓക്കെ, ഇൻറ്റു m1 m2 ഇക്വേഷനെ പുറത്തേക്ക് വരുമ്പോൾ ബൈ m1 m2 ആവും. ഓക്കെ, ഇനി ആര് മാത്രമാണുള്ളത്? ഇപ്പം ജി സിംഗിൾ ആയോ? ജി സിംഗിൾ ആയില്ലേ? ജി സിംഗിൾ ആയി. ദെൻ നോക്കടാ, അടുത്ത് ചെയ്യേണ്ടത് ജിയുടെ ഡയമെൻഷൻ എല്ലാം കാണണ്ടേ? അപ്പൊ എഫിന്റെ ഡയമെൻഷൻ ചെയ്താ പഠിച്ചില്ലേ നമ്മള്? ML(T⁻²). ഇനി മറക്കോ? ഇല്ല സാറേ, ആർ എന്ന് പറഞ്ഞാൽ ലെങ്ത് അല്ലേ? അപ്പൊ ലെങ്ത്തിന്റെ എൽ അല്ലേ? എൽ സ്ക്വയർ. നോക്കടാ, എൽ സ്ക്വയർ. ദെൻ ബൈ എമ്മും എന്തെന്നെ ഡയമെൻഷൻ? എം തന്നെ, 2m ഉള്ളതുകൊണ്ട് എം സ്ക്വയർ എന്നിട്ടു. കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് എന്ത് കുഴപ്പം സാറേ? എങ്കിലും നോക്കടാ, അതാണ് എന്തിന്റെ ഡയമെൻഷൻ? ജിയുടെ ഡയമെൻഷൻ. എങ്ങനെ ചെയ്യാ? ഒരു എം ഇവിടുന്ന് വെട്ടി, താഴെ ബാക്കി ഒരു എം ഇല്ലേ? മുകളിൽ ആരുണ്ടടാ? ഒരു എൽ ഉണ്ട്, ഇവിടെ ഒരു എൽ സ്ക്വയർ ഉണ്ട്, അതെന്തായി? എൽ ക്യൂബായി. ഇവിടെ ഒരു T⁻²² ഉണ്ട്, ആ T⁻²² അതുപോലെ എഴുതി. ഇങ്ങനെ ആണോ നമ്മൾ ഡയമെൻഷൻ ചെയ്താൽ? അല്ല, എമ്മിനെ മുകളിലേക്ക് കൊണ്ടുപോകണം. കൊണ്ടുപോകുമ്പോൾ m⁻⁻1 L ക്യൂബ് T⁻². ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒന്ന് ചോദിക്കും. പഠിച്ചു വെച്ചോ? കിട്ടിയോ? പരിപാടി സെറ്റാണെങ്കിൽ then move on to the next നോക്കടാ. അപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷൻ. രണ്ട് അപ്ലിക്കേഷൻ പഠിച്ചാൽ മതി. ഫസ്റ്റ് ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ തരും, അത് കറക്റ്റ് ആണോ എന്ന് ചോദിക്കും. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. പക്ഷെ നമ്മൾ തെളിയിച്ചു കൊടുക്കണം. അങ്ങനെ സാർ ഇത് കണ്ടാൽ തന്നെ അറിയില്ല കറക്റ്റ് ആണെന്ന് എഴുതിയിട്ട് കാര്യം ഉണ്ടാവില്ല. തെളിയിച്ചു കൊടുക്കണം. എങ്ങനെ പറഞ്ഞുതരാം? അതിൽ അവിടുന്ന് വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന, അല്ലെങ്കിൽ 2 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, വാട്ട് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി? എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി? പഠിച്ചു വെച്ചോ. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ റൈറ്റ് സൈഡിലെ ഡയമെൻഷനും ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷനും ഈക്വൽ ആയിരിക്കും. ഇത്രയുള്ള നോക്കണം. അതന്നെ സംഭവം തന്നെ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡയമെൻഷൻസ് ഓഫ് ദ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഓൺ ബോത്ത് സൈഡ് ഓഫ് എൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ രണ്ട് സൈഡിലും ഈസ് സെയിം ആയിരിക്കും, ഷുഡ് ബി സെയിം. എടാ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ രണ്ട് സൈഡിലെ ഡയമെൻഷനും സെയിം ആണ് എന്ന് പറയുന്നതാണ് അത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ഇക്വേഷന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ നോക്കാം. ശ്രദ്ധിച്ചടാ, യൂസിങ് ദ മെത്തേഡ് ഓഫ് ഡയമെൻഷൻ ചെക്ക് വെദർ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഒരു ഇക്വേഷൻ എടുക്കുക, S = UT + ½ AT². സാറേ നിങ്ങൾ സിമ്പിൾ എടുക്കല്ലി എന്നൊന്നും പറയില്ലേ? കാരണം ഇത് അത്ര റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാ. S = UT + ½ AT². ഇഷ്ടം പോലെ തവണ വന്നു റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാ. ശ്രദ്ധിക്കുക, എങ്ങനെ ചെയ്യുക? എസിന്റെ ഡയമെൻഷൻ എടുക്കുക, ഈക്വൽ ടു ചെയ്താ UT-യുടെ ഡയമെൻഷൻ എടുക്കുക, ഈക്വൽ ടു ചെയ്താ. അപ്പോൾ സാറേ പ്ലസ് അല്ലേ? വേണ്ട, ഈക്വൽ ടു ചെയ്താ. ദെൻ ഇവിടെ ആരാള്? AT-യുടെ ഡയമെൻഷൻ എടുക്കുക, കാരണം ഹാഫിന് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല, കോൺസ്റ്റന്റ് ആണ്. ദെൻ എസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ L ആണ്, ലെങ്ത് അല്ലേ. യുവിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ലേ? LT⁻⁻1 പഠിച്ചില്ല മക്കളെ? ടിയുടെ ഡയമെൻഷൻ T തന്നെയാണ്. ഓക്കെ, ദെൻ എയുടെ ഡയമെൻഷൻ LT⁻² ആണ്. ഇവിടെ AT² ഇല്ലേ? T² ഡയമെൻഷൻ T² ആണ്. മക്കൾ കാണുന്നില്ലേ? നിങ്ങൾക്ക് കാണുന്നില്ലേടാ? ഇവിടെ LT⁻⁻1 ഉണ്ട്, ഇവിടെ T ഉണ്ട്. ഓക്കെ, ഇവിടെ T⁻² ഉണ്ട്, ഇവിടെ T² ഉണ്ട്. അപ്പോൾ ബാക്കി ആരാ? L = L. ഓക്കെ, എടാ അതിന്റെ എല്ലാ സൈഡിലും, അതിന്റെ രണ്ട് സൈഡിലുള്ള ഡയമെൻഷനും
ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷൻ. അങ്ങനെ എഴുതി ഓർക്കണോ? സോ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഓർ അങ്ങനെ ടോപ്പാക്കിയൊക്കെ എഴുതി കൊടുത്തിട്ട് കണ്ണിൽ പൊടിയിടാൻ ശ്രദ്ധിക്കണം മക്കളെ. എടാ ഈ ഓരോ കാര്യങ്ങൾ എഴുതുമ്പോൾ വെറുതെ ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യുക? ഡയമെൻഷൻ. ഓക്കെ, ടേക്ക് ദ ഡയമെൻഷൻ ഓൺ ദ ഇക്വേഷൻ ഓഫ് ബോത്ത് സൈഡ്, രണ്ട് സൈഡിലും എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ജസ്റ്റ് എഴുതി നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ എഴുതി കൊടുക്കുക. എന്നിട്ട് ആ സ്റ്റെപ്പ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? അതെന്തിനാ? ഓൾക്ക് അറിയാഞ്ഞിട്ടാണ് സ്റ്റെപ്പ് അല്ല. നമ്മളിങ്ങനെ എഴുതുമ്പോൾ ഒരു പെർഫെക്ഷൻ തോന്നും. ഒരുപാടുണ്ടാവും ഒരു പെർഫെക്ഷൻ. പഠിക്കുമ്പോൾ എത്ര പഠിക്കാം? 4 വരി പഠിക്കുമ്പോൾ ഒന്നാട് പഠിച്ചു വെക്കരുത്. എഴുതുന്ന സമയത്ത് അതൊക്കെ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് എഴുതി കൊടുക്കുക. ഫിസിക്സിന് നിങ്ങൾക്ക് സമയമില്ലാത്ത പ്രശ്നമൊന്നുമില്ല, സമയമൊക്കെ ഉണ്ടാവും. ഓക്കെ, പ്രശ്നമൊന്നുമില്ല, നമുക്ക് അറിയാത്ത പ്രശ്നം വരാറുള്ളൂ. ഓക്കെ, സമയമില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. Then move on to the next step. Okay, the period of oscillation of a simple pendulum depends on the length L. Period of oscillation എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിക്കോട്ടോ. ഒരു ഇക്വേഷൻ ഉണ്ടാക്കാനാ, എങ്ങനെ ചെയ്യുന്ന നോക്കിക്കോ. പീരീഡ് ഓഫ് ഓസിലേഷൻ്റെതാണ് ഉണ്ടാക്കേണ്ടത്. ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തിനേടാ? എല്ലിനുണ്ട്, എമ്മിനുണ്ട്, അതുപോലെ തന്നെ പിന്നെ ആരാള്? ജീനുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷൻ അറിയില്ലേ? ഓക്കെ, ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യാണ്? ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എം എൽ ജി എന്നാക്കി. അതെന്തിനാ സാറേ? ഒന്നിനുമല്ല, ഒരു എളുപ്പ വഴി ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്താൽ ഒരു കുഴപ്പമില്ല. ഇത് ഏതാ ഇക്വേഷൻ? ടി സി ഈക്വൽ ടു ഏതാ ഇക്വേഷന്? 2π√L/G എന്നുള്ള ഇക്വേഷൻ ഇല്ലേ? അപ്പോൾ എല്ലും ജിയും ലാസ്റ്റാണ് വരേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ലാസ്റ്റ് കൊടുത്ത്, അല്ലാതെ വേറെ ഒരു ഉദ്ദേശമില്ല. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇനി അടുത്ത് ചെയ്യേണ്ടത് എന്തേടാ? ഇതിന് ഇക്വേഷൻ ആക്കുക. ടി ഈക്വൽ ടു ഇക്വേഷൻ ആക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, MLG. ഓക്കെ, അടുത്തത് ഇതിൻ്റെ ഡയമെൻഷൻ എടുക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ് ഇവിടുന്ന് കേട്ടോ, എക്സ് വൈ സെഡ് എന്ത് എഴുതണം? എക്സ് വൈ സെഡ് എന്ന് എഴുതണം. ഇതിൻ്റെ ഡയമെൻഷൻ എടുക്കുമ്പോൾ നോക്കടാ MXൻ്റെ ഡയമെൻഷൻ എടുക്കണം, LYയുടെ ഡയമെൻഷൻ എടുക്കണം, GZൻ്റെ ഡയമെൻഷൻ എടുക്കണം. ഓക്കെ, ഇനി നോക്കടാ ടിയുടെ ഡയമെൻഷൻ എന്താ? ടിയുടെ ഡയമെൻഷൻ എന്താ? TN. അപ്പോൾ ബാക്കി ആരാ? എം ഉണ്ടോ? എം ഇല്ല, അതുകൊണ്ട് എമ്മിൻ്റെ മുകളിൽ 0 L ഉണ്ടോ? L ഇല്ല, അതുകൊണ്ട് എല്ലിൻ്റെ മുകളിലും 0 ആര് മാത്രമേ ഉള്ളൂ? ടി മാത്രമേ ഉള്ളൂ. ദെൻ നോക്ക് കെ ഇൻറ്റു എം എക്സ്. എല്ലിൻ്റെ ഡയമെൻഷൻ എന്താ? ക്യാപിറ്റൽ L ആണ്, LY. ജി പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ നിങ്ങൾക്ക് അറിയില്ലേ? LT⁻². ഓക്കെ, Z. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് ഞാൻ അപ്പുറത്തേക്ക് എഴുതുന്നത് M0 L0T. ഓക്കെ, ഈക്വൽ ടു ഇവിടെ ആരാളടാ? ഒരു M⁻X ഉണ്ട്. ഓക്കെ, ഇവിടെ ആരാളെ? ഇവിടെ ഒരു L⁻Y ഉണ്ട്, ഇവിടെ ഒരു Lഉം ഇവിടെ ഒരു Z ഉണ്ട്. അപ്പോൾ L⁻Y L⁻Z എന്ത് കൂട്ടിയതാ? L⁻Y + Z. എങ്ങനെ കിട്ടി സാറേ? ഇവിടെ L⁻Y ഇല്ലടാ, ഇവിടെ L ഉണ്ട്, Lന്റെ മുകളിൽ Z ഉണ്ട്. അപ്പോൾ L⁻Y × L⁻Z L⁻Y + Z. ഇവിടെ ഞാൻ ആരാളെ? T⁻2 ഉണ്ട്, മുകളിലൊരു Z ഉണ്ട്, കൂട്ടിയതാ T⁻2 - 2Z. T⁻2 - 22 എന്ന് വായിക്കരുത് കേട്ടോ, 2Z. എമ്മിൻ്റെ മുകളിൽ 0 ആണ്, ഇവിടെ എമ്മിൻ്റെ മുകളിൽ X ആ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? X = 0 എന്ന് കിട്ടി. ഇവിടെ എല്ലിൻ്റെ മുകളിൽ 0 ആണ്, അവിടെ എല്ലിൻ്റെ മുകളിൽ ആരാ? Y + 2 ആണ്. Y + Z ആണ്. Y + Z = 0 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ ടീൻ്റെ മുകളിൽ 1 ആണ്, അവിടെ ടീൻ്റെ മുകളിൽ ആരാ ഉള്ളത്? -2Z ആണുള്ളത്. ടീയുടെ മുകളിൽ ഇവിടെ 1 ആണ്, അവിടെ ടീയുടെ മുകളിൽ -2Z ആണുള്ളത്. അപ്പോൾ Z എന്തായിരിക്കും? ഈ -2 ഇക്വേഷനെ പുറത്ത് വന്നാൽ Z = -1/2. Z = -1/2. ഓക്കെ, ഇവിടെ Z -1/2 ആണ് കേട്ടോ. Z -1/2 ആണ്. Y എന്തായാലും 0 ആവുക, +1/2. Y എന്താണ്? +1/2 +-1/2 അല്ലടാ 0 അല്ലടാ. ഓക്കെ, അപ്പം Y എന്താണ്? +1/2 ആണ്. അപ്പം നമുക്ക് എല്ലാം കിട്ടിയില്ല, X 0 ആണെന്നും കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? T = K × എമ്മിൻ്റെ മുകളിൽ 0 എന്ന് കൊടുത്തു, എക്സിന് പകരം 0 എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ എല്ലിൻ്റെ മുകളിൽ Y എത്രയിടാ? Y 1/2 എന്ന് കൊടുത്തു. ജിയുടെ മുകളിൽ -1/2 എന്ന് കൊടുത്തു. എങ്ങനെ സാറേ? Z പറഞ്ഞാൽ -1/2 ആണ്. എടാ 1/2 പറഞ്ഞാൽ റൂട്ട് അല്ലേ? T = K × M0 പറഞ്ഞാൽ M ഇല്ല, അപ്പോൾ M പോയി. L ഇത് 2 റൂട്ട് അല്ലേ? അപ്പോൾ √L മുകളിൽ എഴുതുക, G താഴെ എഴുതുക. എങ്ങനെ മനസ്സിലായി? ജീൻ്റെ മുകളിൽ എന്തുണ്ടടാ?
മൈനസ് ഉണ്ട്. അതുകൊണ്ട് ഈ ടി സി ഈക്വൽ ടു കെ ഇൻറ്റു √L/G എന്നുള്ളതാണ് ഇക്വേഷന്. ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള മിക്കവാറും എക്സാമിന് ഇതേ ക്വസ്റ്റ്യൻ ആയിരിക്കും, സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും റിപ്പീറ്റ് ചെയ്യുക. നോക്കി വെച്ചോ, ക്ലിയർ ആക്കി പോയിക്കോ, വൃത്തിക്ക് പഠിച്ചു പോയിക്കോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്താൽ നിങ്ങൾക്കും കിട്ടും. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വീഡിയോ, ഈ ഒരു ലൈവ് മുഴുവൻ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുമോ, നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം. +1 ട്രാൻസിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം. അതിൽ നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഞാൻ അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ വന്നിട്ട് ഡൗട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻസിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം, ഞാൻ എന്ത് ചെയ്യടാ റിപ്ലൈ തരാം. ഓക്കെ, എനിവേ നോക്കടാ, നെക്സ്റ്റ് കഴിയാൻ പോവാണ് ലിമിറ്റേഷൻ ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. 3 ലിമിറ്റേഷനാണ്. നിങ്ങൾ ആ ഒരു പോയിന്റ്സ് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ലിമിറ്റേഷൻ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. 3 ലിമിറ്റേഷൻ ഉണ്ട്. ഫസ്റ്റത്തെ ലിമിറ്റേഷന്, ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ the physical quantity have same dimension. ഒരേ ഡയമെൻഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല, ഏതാണ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനർജിക്കും വർക്കിനും ഒരേ ഇതാണെന്ന് പറയാറില്ലേ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി, സെയിം ഡയമെൻഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തത് ട്രിഗണോമെട്രി, എക്സ്പോണൻഷ്യൽ, അതുപോലെ തന്നെ ലോഗരിതമിക് പോലുള്ള വലിയ ഇക്വേഷൻ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റൂല. മൂന്നാമത് പറയുന്നത് ഇത് ശരിക്കും ഇക്വേഷൻ്റെ എന്ത് മാത്രം നോക്കുന്നുള്ളൂ, ഡയമെൻഷണൽ കറക്റ്റ്നെസ് മാത്രമേ നോക്കുന്നുള്ളൂ. ഇക്വേഷൻ ശരിയാണോ എന്ന് ചോദിച്ചാൽ ആണോ, അല്ല ഡയമെൻഷനലി ശരിയാണോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ഈ 3 പോയിന്റും നൈസായിട്ടൊന്ന് ഓർത്തു വെക്കുക. Then move on to the next significant figure. ഇതോടുകൂടി ചാപ്റ്റർ തീരുടാ. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ നോക്കണം. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുമ്പം ആദ്യം ശ്രദ്ധിക്കണം, മുന്നിൽ ഇങ്ങനെ പോകുന്ന ആൾക്കാരൊക്കെ ഒഴിവാക്കുക പോട്ടെ. ഇടയിൽ കുടുങ്ങിയാൽ പാവങ്ങൾ എടുത്തോ, ഇടയിൽ കുടുങ്ങിയ ആൾക്കാരെടുത്തോ, ഓരോ എണ്ണിക്കോളുണ്ട്. ഇതുപോലെ നോൺ സീറോ നമ്പേഴ്സ് ആയിട്ട് മെയിനായി നിൽക്കുന്ന ആൾക്കാർ എണ്ണണം. ബാക്കിൽ വാലാട്ടി നടക്കുന്ന ആൾക്കാർ ഇതുകൊണ്ടാ എണ്ണിക്കോണ്ടി. എപ്പോൾ മുന്നിൽ പോയിന്റ് ഉണ്ടാകുമ്പോൾ, പോയിന്റ് ഉണ്ടെങ്കിൽ ഈ ബാക്കിലുള്ള വാലുകൾ എണ്ണണം. ഓക്കെ, 1 വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. കഴിഞ്ഞതിനും ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, തെറ്റിച്ചണോ? ഇല്ല. ഓക്കെ, അപ്പം നോൺ സീറോ നമ്പേഴ്സ് സിഗ്നിഫിക്കൻ്റ് ആണ്, ഇൻ ബിറ്റ്വീൻ സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്, ബാക്കിലുള്ള സീറോസും സിഗ്നിഫിക്കൻ്റ് ആണ്. എപ്പോൾ ഇവിടെ പോയിന്റ് ഉണ്ടെങ്കിൽ, പോയിന്റ് ഇല്ലെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് അല്ല. മുന്നിലുള്ള സീറോസ് ഒക്കെ നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, പെട്ടെന്ന് നോക്കുക, ഓർത്തു വെക്കുക. ദെൻ 5 മാർക്ക് കിട്ടുന്ന വലിയൊരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തടാ, പഠിച്ചു കഴിഞ്ഞു. 5 മാർക്ക് എന്ന് പറഞ്ഞാൽ മിനിമാട്ടോ, മാക്സിമം അത് 8 മാർക്ക് വരെയൊക്കെ ചോദിക്കാറുണ്ട്. എങ്കിൽ നമ്മൾ അടുത്ത വലിയൊരു ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിലേക്ക് കിടക്കാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാം സാർ എന്താ പഠിക്കാനുള്ളത്, ഗ്രാഫ് പഠിക്കണം. നോക്കടാ, ആദ്യം പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി ആണെന്ന് ഓർത്ത് വെക്കണം. 1 വേർഡ് ആണ്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താടാ, സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. 3 ഗ്രാഫ് ഉണ്ട്. ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞാൽ അത് ഓർത്ത് വെക്കുക. 3 ഗ്രാഫ് പഠിപ്പിക്കുന്നുണ്ട്. നോക്കടാ, നേരെ പോകുന്ന ആൾക്കാരാണെങ്കിൽ, ഇന്നെപ്പോലെ ഇങ്ങനെ നേരെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അയാൾ എന്താ പറയുക, യൂണിഫോം എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? യൂണിഫോം എന്നാ വിളിക്കുക. ഓക്കെ, ആരെ യൂണിഫോം? വെറുതെ യൂണിഫോം എന്ന് പറഞ്ഞോ. എന്തിൻ്റെ യൂണിഫോം ഗ്രാഫാ? യൂണിഫോം സൈഡിൽ ആരാളുള്ളത്? ആ നേരെ പോയിട്ട് ആരെടുത്ത് എത്തണേ, പൊസിഷൻ്റെ അടുത്ത്. അപ്പോൾ യൂണിഫോം പൊസിഷൻ്റെ ഗ്രാഫാ. അത് സാറേ യൂണിഫോം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുറേ നേരമല്ല ഒരേ പൊസിഷനിൽ നിൽക്കുന്നു, അതിനാണ് യൂണിഫോം പൊസിഷൻ എന്ന് പറയുക. അതായത് ഞാൻ അനങ്ങാതെ നിൽക്കുകയാണ്. റെസ്റ്റിൻ്റെ ഗ്രാഫാണ് എന്താ ഇത്. ഓക്കെ, യൂണിഫോം പൊസിഷൻ എന്ന് ഓർത്ത് വെക്കുക. ഇങ്ങനെ നേരെ ആണെങ്കിൽ യൂണിഫോം, അതിന് നേരെ എവിടെയാണോ എത്തുന്നത്, അയാൾ വായിക്കുക, അത് യൂണിഫോം പൊസിഷനാണുള്ളത്. ഇങ്ങനെ കുത്തനെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ പൊസിഷൻ കഴിഞ്ഞാൽ അടുത്ത ആളെ വായിക്കുക. പൊസിഷൻ കഴിഞ്ഞാൽ അടുത്ത ആരാ വെലോസിറ്റി കഴിഞ്ഞാൽ അടുത്ത ആക്സിലറേഷൻ. പാവാണ് PVA എന്ന് ഓർത്ത് വെക്കുക. പൊസിഷൻ കഴിഞ്ഞാൽ വെലോസിറ്റി. നേരെ കുത്തനെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കുക അത് യൂണിഫോം ആണ്. ആരെ ഗ്രാഫാ? യൂണിഫോം വെലോസിറ്റിയുടെ ഗ്രാഫാ. പൊസിഷനാണ് സൈഡിലുണ്ടെങ്കിൽ അടുത്ത ആളെ നോക്കാം, യൂണിഫോം വെലോസിറ്റിയുടെ ഗ്രാഫാണ്. കുത്തനെ മുകളിലോട്ടാണെങ്കിൽ പോസിറ്റീവ് ഗ്രാഫും താഴോട്ടാണെങ്കിൽ നെഗറ്റീവ് ഗ്രാഫും. കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. ഓർത്ത് വെക്കൂലേ? നെക്സ്റ്റ് ഒന്നുകൂടെ നോക്കണം. വെലോസിറ്റി ടൈം ഗ്രാഫിൽ 2 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തത് അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. രണ്ടാമത്തത് അതിന് ഏരിയ എന്ന് പറയുന്നത് എന്താടാ? ഡിസ്പ്ലേസ്മെന്റ്. ഓർത്ത് വെക്കണം,
ഡിസ്പ്ലേസ്മെന്റ് സ്പെഷ്യൽ മെൻഷൻ ചെയ്യുന്ന ഒരു സാധനം കേട്ടോ. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഈ ചാപ്റ്ററിൽ വേറെ ഇല്ല. ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താടാ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ദെൻ ഇനി നിങ്ങൾ പറയല്ലോ, ഒരു ഗ്രാഫ് കണ്ടാൽ നിങ്ങൾ പറയല്ലോ ഇത് എന്തിന്റെ ഗ്രാഫാ? നേരെയാണ് സാറേ, അപ്പൊ യൂണിഫോം ആണ്. എന്നിട്ട് ഇങ്ങനെ നേരെ ഇങ്ങനെ വന്നിട്ട് ആരെ കണ്ട വെലോസിറ്റി? അപ്പൊ യൂണിഫോം വെലോസിറ്റി. പ്രശ്നം കഴിഞ്ഞോ? പ്രശ്നം കഴിഞ്ഞു. ഗ്രാഫിന്റെ പ്രശ്നം കഴിഞ്ഞോ? നിങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ദെൻ അടുത്ത് നോക്കട്ടെ, കുത്തനെ മുകളിലോട്ട് പോകുന്നു സാറേ. വെലോസിറ്റി കഴിഞ്ഞിട്ട് അടുത്ത ആരാ നോക്കണം? ആക്സിലറേഷൻ ആണ്. കുത്തനെ മുകളിലോട്ട് പോകുമ്പോൾ ആക്സിലറേഷന്റെ ഗ്രാഫാ ഏത്? യൂണിഫോം ആക്സിലറേഷന്റെ ഗ്രാഫാ. മുകളിലോട്ടാണെങ്കിൽ പോസിറ്റീവ് ആക്സിലറേഷൻ, താഴോട്ടാണെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ. നെഗറ്റീവ് ആക്സിലറേഷൻ ഒരു പേര് വിളിക്കും, റിട്ടാർഡേഷൻ. എന്താ വിളിക്കും? റിട്ടാർഡേഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡീസിലറേഷൻ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഇതെന്താ? നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ഇതുപോലെ ആയിരിക്കും കേട്ടോ. നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ റെഡി. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്രീ ഫാളിൻ്റെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫ്രീ ഫാളിൻ്റെ ഗ്രാഫ് വരക്കാൻ. ഫ്രീ ഫാളിൻ്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, താഴേക്ക് വീഴുന്നതിനല്ലടാ ഫ്രീ ഫാൾ എന്ന് പറയാം. എന്തിൽ? ഓൺലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് -g അല്ലടാ. അതായത് താഴേക്ക് വീഴുന്ന സമയത്ത് അതിൻ്റെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പം ഇങ്ങനെ നോക്കടാ, നേരെ ഇങ്ങനെ വരച്ചു. അപ്പം എനിക്കറിയാം യൂണിഫോം സൈഡിലാരുള്ള ഇത് യൂണിഫോം ആക്സിലറേഷൻ്റെ ഗ്രാഫാ. അതന്നെ അല്ലട വരണ്ടേ എന്ത്? ഫ്രീ ഫാളിന്. പക്ഷേ സാറേ അവിടെ താഴെയാണല്ലോ. മൈനസ് ആണ്. അതുകൊണ്ട് ഞാൻ താഴെ വരച്ചത്. ഓക്കെ, ഓർത്ത് വെക്കുക. ഇത് AT ഗ്രാഫ് ആണെങ്കിൽ നേരെ, PT ഗ്രാഫ് ആണെങ്കിൽ താഴോട്ട്, ഇനി PT ഗ്രാഫ് ആണെങ്കിൽ വളഞ്ഞിട്ട്. ഓക്കെ, ഓർത്ത് വെക്കുക. ഓക്കെ, നോക്കടാ, AT ഗ്രാഫ് ആണെങ്കിൽ നേരെ, VT ഗ്രാഫ് ആണെങ്കിൽ താഴോട്ട്, ഇനി നമ്മളെ PT ഗ്രാഫ് ആണെങ്കിൽ എന്ത് ചെയ്യൂടെ? വളഞ്ഞിട്ടാണ് വരുന്നത്. ഇത് രണ്ടുമാണ് നോർമലി ചോദിക്കാറില്ല. PT ഗ്രാഫ് ചോദിക്കാറില്ല. ഓർത്ത് വെക്കുക. 3 ഓർത്ത് വെക്കുക. ഫ്രീ ഫാൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ എടാ ഒരൊറ്റ കാര്യമാണ് പഠിച്ചു കഴിഞ്ഞു. ഇക്വേഷൻസ് ഓഫ് മോഷനിലെ 2 ഇക്വേഷൻ്റെ ഡെറിവേഷൻ പറയണം. ശ്രദ്ധിച്ചോ, ആദ്യം തന്നെ ഈ ഒരു ഗ്രാഫ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യാമെന്ന് കാണിക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യുന്നത് ഇതിന്റെ സ്ലോപ്പ് കാണാണ്. ദെൻ നോക്കടാ, സ്ലോപ്പ് ഈക്വൽ ടു എന്താ നിങ്ങൾ പഠിച്ചത്? സ്ലോപ്പ് ഓഫ് VT ഗ്രാഫ് ഈക്വൽ ടു ആക്സിലറേഷൻ എന്നാ പഠിച്ചത്. ദെൻ ആക്സിലറേഷൻ ഈക്വൽ ടു സ്ലോപ്പ് എങ്ങനെയാടാ? y/x അല്ലേ? ഇതല്ലടാ y ആക്സിസ്, ഇതല്ലടാ x ആക്സിസ്. y ആക്സിൽ ആരാ? v - u. x ആക്സിൽ ആരാ? t. v - u/t. ദെൻ നോക്കടാ, എന്താ ചെയ്യണ്ടേ? a ഈക്വൽ ടു v - u/t എന്ന് കിട്ടി. ഇനി ടീന് ഇക്വേഷൻ അപ്പുറത്ത് കൊണ്ടുവരിക. അതാണ് ഇവിടെ എഴുതിയത്. v - u ഈക്വൽ ടു at. ടീന് ഇക്വേഷൻ അപ്പുറത്ത് വന്നാൽ at എന്നാവും. ഈ -u ഇക്വേഷൻ അപ്പുറത്ത് കൊണ്ടുപോയാൽ v ഈക്വൽ ടു u പ്ലസ് at ആവും. ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്ത് വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ സെക്കൻഡ് ഇക്വേഷന്, അതായത് s ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ ചോദിക്കും. നോക്കിക്കോ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യാൻ നോക്കിക്കോ. ആദ്യം തന്നെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് s ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യടാ? ആ ഇക്വേഷനിൽ s എന്ന് പറയുന്നത് എന്താ? ഡിസ്പ്ലേസ്മെന്റ് കാണാൻ എന്ത് ചെയ്യണം? ഈ ഗ്രാഫിന്റെ ഏരിയ കാണണം. ഗ്രാഫ് അപ്പോൾ നോക്കടാ, ഗ്രാഫ് എന്താ നോക്ക്. ഇതെന്താ സാധനം? ട്രിപ്പീസിയാണ്. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഇതൊരു റെക്റ്റാങ്കിൾ ആണ്, ഇത് ഒരു ട്രയാങ്കിൾ ആണ്. രണ്ടിന്റെ ഏരിയയും കൂടെ പ്ലസ് ചെയ്യുക. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ പറഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറയുമ്പോൾ ടൈം ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇത് യു അല്ലേ? ഓക്കെ, ut എന്ന് വരും. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് u ഇൻറ്റു t. ut എന്ന് വന്നല്ലോ. അടുത്തത് നോക്കടാ, ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കാണുക? ഹാഫ് ഇൻറ്റു b എന്ന് പറയുന്നത് ഏതാടാ? ബേസ് എന്ന് പറഞ്ഞാൽ t എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ കൊടുത്തു? h എന്ന് പറഞ്ഞ ഏതാ? v - u ഇൻറ്റു t എന്ന് കൊടുത്തു. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല സാറേ, ഞങ്ങൾക്ക് എന്ത് കുഴപ്പം? ദെൻ നോക്കടാ, v - u എന്ന് പറഞ്ഞാൽ at നിങ്ങൾ പഠിച്ചില്ലേ? എവിടെ പഠിച്ചു സാറേ? ഇതാ ഇപ്പുറത്തെ ഇക്വേഷനിൽ ഇവിടെ എവിടെയോ. യെസ്, v - u എന്ന് പറഞ്ഞാൽ at നിങ്ങൾ പഠിച്ചില്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? v - u എന്ന് പറഞ്ഞാൽ at എന്ന് കൊടുക്കണം. ഓക്കെ, ഇവിടെ v - u ഉണ്ട്, v - u കണ്ടു. അപ്പോൾ v - uന് നേരെ താഴെ എന്ത് കൊടുക്കണം? at എന്ന് കൊടുക്കണം. ഓർത്തൊക്കെ v - u ഈക്വൽ ടു at. ഇതിൻ്റെ പേരെന്താ നിങ്ങൾക്ക്? മിഷാൻ AT. ഇനി മറക്കോ? എൻ്റെ പേരെന്താടാ? മിഷാൻ AT. ഓക്കെ, ഇൻസ്റ്റയിൽ നൈസായിട്ട് അടിച്ചൊക്കെ കിട്ടും. ഓക്കെ, AT മറക്കോ? AT എന്താടാ? v - u. AT എന്താടാ?
v minus 2. അതുകൊണ്ട് പറഞ്ഞാട്ടോ 80 ന്റെ ഇനീഷ്യലാണ് 80 എന്ന് പറഞ്ഞാൽ v minus 2. then ut plus half 80 into t എന്ന് പറഞ്ഞാൽ 80 square. then the equation is equal to ut plus half 80 square. മക്കളെ ശ്രദ്ധിച്ചോ, 2 ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. ഇനിയുള്ള ചാപ്റ്ററുകൾ വളരെ ഫാസ്റ്റ് ആയിട്ട് തീരും. നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. 2 ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങളെ കയ്യിലെത്തിയിട്ടുള്ള സ്കോർ 10 above ആണ്. ഇത് 60 നമുക്ക് വേണ്ടത്. നിങ്ങൾ ഇരുന്നത് വെറും 20 മിനിറ്റിൽ പകുതി മാർക്ക് 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടി. ഇനിയും നിങ്ങൾ ഇരിക്കുന്ന സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. then move on to the next chapter, motion in a plane എന്നുള്ള ചാപ്റ്ററിലേക്ക് പോകാം. മക്കളെ ഒറ്റ മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം കുടിച്ചു വരാം. നിങ്ങൾ പോകരുത്. ഓക്കെ, നൈസായിട്ട് വേഗത വരുന്നു. പോകല്ലോ മക്കളെ. ഓക്കെ മക്കളെ, മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിലേക്ക് പോവാം. മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്റർ ആദ്യം നിങ്ങൾ അറിയേണ്ടത് ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് ആണ്. സീറോ വെക്ടേഴ്സ് ഉണ്ട്, യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ട്. എന്താണ് സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ നോ മാഗ്നിറ്റ്യൂഡ് ഒന്നുമില്ല. സീറോ കിട്ടുമ്പോൾ സീറോ വെക്ടർ എന്ന് പറയും. ഓക്കെ, സീറോ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ സീറോ വെക്ടർ എന്ന് പറയും. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഒന്നാണ് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ യൂണിറ്റ് വെക്ടർ എന്ന് പറയും. വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് 1. ദെൻ കോ ഇനീഷ്യൽ പോയിന്റ് ഒരേ ഇനീഷ്യൽ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കോ ഇനീഷ്യൽ എന്ന് പറയും. അടുത്തത് കൊലീനിയർ, ഒരേ ലൈനിലുള്ള വെക്ടേഴ്സിനെ കൊലീനിയർ വെക്ടേഴ്സ് എന്ന് പറയും. ഈക്വൽ വെക്ടേഴ്സ് എന്താടാ ഈക്വൽ വെക്ടേഴ്സ്? സെയിം ഡയറക്ഷൻ ആയിരിക്കണം, സെയിം ലെങ്ത് ആയിരിക്കണം. ഒരേ ഡയറക്ഷനിൽ ഒരേ ലെങ്ത്തിലുള്ളതിനെയാണ് നമ്മൾ എന്താ പറയുക ഈക്വൽ വെക്ടേഴ്സ്. അപ്പോൾ എന്താ സാർ ഓപ്പോസിറ്റ് വെക്ടേഴ്സ്? ഒരേ ലെങ്ത് ഉണ്ടെങ്കിലും ഡിഫറെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അതിന് എന്ത് പറയടാ ഈ നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, ഈക്വൽ വെക്ടേഴ്സ് പറഞ്ഞാൽ 2 or more വെക്ടേഴ്സ് വിത്ത് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ. എന്താ നെഗറ്റീവ് വെക്ടേഴ്സ് പറഞ്ഞാൽ സെയിം മാഗ്നിറ്റ്യൂഡ് ആണ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നോക്കടാ, 2 ടൈപ്പ് ഓഫ് വെക്ടർ അഡീഷൻ ഉണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് 2 വെക്ടേഴ്സ് തരാണ്, എ ആൻഡ് ബി എന്നുള്ള വെക്ടേഴ്സ് തരാണ്. നിങ്ങൾക്ക് 2 ടൈപ്പ് ഓഫ് അഡീഷൻ ഉണ്ട്. ഒന്ന് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷനും ഒന്ന് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഫസ്റ്റ് ഞാൻ ട്രയാങ്കുലർ ലോ പറയാം. ട്രയാങ്കുലർ ലോ വെക്ടർ അഡീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ 2 വെക്ടേഴ്സിന് എന്ത് ചെയ്യണതാ? 2 വെക്ടേഴ്സിനെയും ഇങ്ങനെ എടുക്കണം. ഓക്കെ, ഒന്ന് കഴിഞ്ഞിട്ട് ആ ആരോ തന്നെ അടുത്ത് ഇങ്ങനെ തുടങ്ങണം. ഇഫ് 2 വെക്ടേഴ്സ് ആർ ടേക്കൺ ഇൻ സെയിം ഓർഡർ എന്ന് അതിനെ പറയാം. എന്താ പറയുക? സെയിം ഓർഡർ. ഇഫ് 2 വെക്ടേഴ്സ് ആർ ടേക്കൺ ഇൻ സെയിം ഓർഡർ, അതാണ് നമ്മൾ ആദ്യത്തെ പോയിന്റ്. ഓക്കെ, ഇഫ് 2 വെക്ടേഴ്സ് ആർ ടേക്കൺ ഇൻ സെയിം ഓർഡർ എന്തിന്റെ സൈഡായിട്ടാ? ഓക്കെ, അഡ്ജസൻറ്റ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ അഡ്ജസൻറ്റ് സൈഡ് ആക്കിയിട്ട് എടുക്കുന്നു. ദെൻ ദ ക്ലോസിംഗ് സൈഡ് അല്ലെങ്കിൽ ദെൻ ദ തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഇൻ റിവേഴ്സ് ഓർഡർ. സെയിം ഓർഡർ ആണെങ്കിൽ ശരിക്കും എങ്ങനെ വരണം? ഇതിങ്ങനെ സെയിം ഓർഡർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിമെന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ അല്ലതാ ഇത് വരണ്ടേ? പക്ഷെ അങ്ങനെയാണോ ഇതുള്ളത്? അല്ല, അങ്ങനെയാണോ ഉള്ളത്? ഇതൊന്നായിട്ട് വരച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണില്ല? നോക്കടാ, നോക്ക് എവിടെ പോയോ? ഓക്കെ ആണോ? ആരോ എവിടെയുള്ളത്? ഞാൻ ഇവിടെ വരച്ച പോലെയാണോ താഴോട്ടാണോ? അല്ല. അപ്പോൾ ഇൻ ദ റിവേഴ്സ് ഓർഡർ. ശ്രദ്ധിച്ചോ, ഇഫ് 2 വെക്ടേഴ്സ് ആർ ടേക്കൺ ഇൻ സെയിം ഓർഡർ. ഓക്കെ, എന്തിന്റെ സൈഡായിട്ട്? അറ്റ് ദ സൈഡ് ഓഫ് എ triangle, then the closing side അല്ലെങ്കിൽ then the third side of the triangle represent the എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? റിസൾട്ടന്റ് വെക്ടർ. എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? റിസൾട്ടന്റ് വെക്ടർ. എ പ്ലസ് ബി പ്ലസ് ചെയ്യാൻ എയും ബിയും അങ്ങനെ എടുത്താൽ അതിന്റെ മൂന്നാമത്തെ സൈഡിൽ എന്താ കിട്ടുക? അതിന്റെ റിസൾട്ടന്റ് വെക്ടർ എ പ്ലസ് ബി കിട്ടും. ദെൻ എന്താണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ? പരിപാടി ഇത്രയുള്ളതാ. 2 വെക്ടർ എങ്ങനെ എടുക്കേണ്ടത്? സെയിം ഓർഡർ എന്നാണോ? അല്ല, സെയിം പോയിന്റ് എന്ന്. ഇഫ് 2 വെക്ടേഴ്സ് ആർ ടേക്കൺ ഇൻ സെയിം പോയിന്റ്, എന്നിട്ട് എന്താകണ്ടേ? ആ 2 വെക്ടേഴ്സ് എന്തിന്റെ അഡ്ജസൻറ്റ് സൈഡാ? ദ വെക്ടേഴ്സ് ആർ ടേക്കൺ ഇൻ ദ അഡ്ജസൻറ്റ് സൈഡ് ഓഫ് എ പാരലോഗ്രാം. ഇവിടെ എങ്ങനെയായിരുന്നു? 2 ഓർക്കണം കേട്ടോ. ഇവിടെ 2 വെക്ടേഴ്സ് ടേക്കൺ ഇൻ സെയിം ഓർഡർ, എന്നിട്ട് അറ്റ് ദ എന്തിന്റെ അഡ്ജസൻറ്റ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ. ഇവിടെ 2 വെക്ടേഴ്സ് ആർ ടേക്കൺ ഇൻ സെയിം പോയിന്റ്. എന്തിന്റെ അഡ്ജസൻറ്റ് സൈഡ് ആയിട്ടാ? ഒരു പാരലോഗ്രാമിന്റെ അഡ്ജസൻറ്റ് സൈഡ് ആയിട്ട്. ദെൻ ദ ഡയഗണൽ, അതിന്റെ ഡയഗണൽ റെപ്രസെന്റ് ദ റിസൾട്ടന്റ്. ഇവിടെ അല്ലെങ്കിൽ തേർഡ് സൈഡ് അല്ലെങ്കിൽ ക്ലോസിംഗ് സൈഡ് റെപ്രസെന്റ് ദ റിസൾട്ടന്റ്. ഇവിടെ ഡയഗണൽ റെപ്രസെന്റ് ദ റിസൾട്ടന്റ്. ഓർത്ത് വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് നോക്കി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് വേഗം നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ദെൻ നോക്കടാ പ്രൊജക്ടൈൽ മോഷനിലേക്ക് പോവാ. എന്താണ് പ്രൊജക്ടൈൽ മോഷൻ?
പ്രൊജക്ടൈൽ മോഷൻ എന്താ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് എറിയാണ്. ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെ തോന്നില്ല, നമുക്ക് ക്ലാസ്സിൽ ഇങ്ങനെ കളിക്കണാണ് എടുത്തേണ്ട എറിയാൻ തോന്നില്ല. നിങ്ങൾ പിടിച്ച ഒറ്റ എറിയാണ്. നോക്ക്, ഇങ്ങനെ എറിയുന്ന സമയത്ത് ഞാനൊരു ഇനീഷ്യൽ വെലോസിറ്റി നിങ്ങൾക്ക് തരുന്നില്ലേ, പിന്നെ നിങ്ങൾ മൂവ് ചെയ്യുന്നത് ഓൺലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഞാനിങ്ങനെ കൊണ്ടുപോകണ്ടോ? ഇല്ല, നിങ്ങൾ എറിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും, അങ്ങനെ വീഴും. അതിനെന്ത് പറയും, നമ്മുടെ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയും. ശ്രദ്ധിച്ചോ, പ്രൊജക്ടൈൽ മോഷൻ്റെ ദ പാത്ത് ഓഫ് പ്രൊജക്ടൈൽ മോഷൻ ഈസ് പരാബോളിക് ആണെന്ന് അറിയാം. അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കുന്നതാണ് ദ ട്രജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ മോഷൻ ഈസ് പരാബോള. പക്ഷെ വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരല്ലോ സാറേ, അത് പ്രൂവ് ചെയ്യണം വേണം. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളതാ എത്രയാണ് ആ ഒരു പാത്ത് എന്ന് നോക്കുക. ഓക്കെ, അതായത് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ വരെയുള്ള പാത്ത് എങ്ങനെ നോക്കുക, എക്സ് ആണ്. എക്സ് എങ്ങനെ നോക്കുക, ഡിസ്റ്റൻസ് എങ്ങനെ നോക്കുക, വെലോസിറ്റി ഇൻറ്റു ടൈം. നിങ്ങൾക്കറിയാം മുകളിലോട്ട് സൈൻ തീറ്റയും താഴോട്ട് കോസ് തീറ്റയാണ്. അതാ മുകളിലോട്ട് സൈൻ തീറ്റയും താഴോട്ട് കോസ് തീറ്റയാണ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഹൊറിസോണ്ടലി ഈ ലെങ്ത് കാണാൻ ഇവിടുത്തെ എന്ത് കിട്ടണം, ഇവിടുത്തെ വെലോസിറ്റി ഇവിടുത്തെ ടൈമും കിട്ടണം. അടുത്ത വെലോസിറ്റി ആണ് യു കോസ് തീറ്റ, അവിടുത്തെ ടൈമാണ് ടി. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടെങ്കിൽ ഇത്രയുള്ളതാ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ, എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി. അടുത്ത ടി കാണാം, ടി ഈക്വൽ ടു എക്സ് ബൈ യു കോസ് തീറ്റ. പിന്നെ ഒരു ഒറ്റ ഇക്വേഷൻ എസ് ഈക്വൽ, ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആട്ടോ. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഈ ഇക്വേഷൻ നമ്മളിവിടെ രണ്ട് സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓർത്ത് വെച്ചോ, ആദ്യം തന്നെ എസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് എവിടെയാടാ ഒരു ഇക്വേഷൻ പരാബോള ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൽ എസ്സിന് പകരം വൈ എന്ന് കൊടുത്തു, യുക്ക് പകരം ആരെ കൊടുത്തു, യു സൈൻ തീറ്റ എന്ന് കൊടുത്തു. ഓക്കെ, ടിക്ക് പകരം ടി എന്നെ കൊടുത്തു. മൈനസ് എങ്ങനെ വന്നടാ, എക്ക് പകരം മൈനസ് ജി എന്ന് കൊടുത്തു. ഓക്കെ, ഹാഫിന് പകരം ഹാഫ് തന്നെ, ടിക്ക് പകരം ടി സ്ക്വയറിന് പകരം ടി സ്ക്വയർ എന്ന് തന്നെ കൊടുത്തു. ദെൻ നോക്കടാ, ഈ ടിക്ക് പകരം ഇവിടുത്തെ ഈ ടി കൊടുത്തു, ടി ഈക്വൽ ടു എക്സ് ബൈ യു കോസ് തീറ്റ എന്ന് കൊടുത്തു. ഇവിടെ അതുപോലെ എന്ത് ചെയ്തു, എക്സ് ബൈ യു കോസ് തീറ്റ. ഇത് ശരിക്ക് അവ ഈ സൈനും കോസും എന്താക്കിയാൽ മതി, ടാൻ ആക്കുക. ഇവിടെ ഒരു യു ഉണ്ട്, താഴെ ഒരു യു ഉണ്ട്, കട്ട് ചെയ്യുക. അപ്പം ടാൻ എക്സ് മൈനസ് ജി ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ 2 തീറ്റ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പം കോസ് സ്ക്വയർ 2 തീറ്റ അല്ല കേട്ടോ, കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പരാബോളയുടെ ഇക്വേഷൻ ആണ്. ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ്. ഇതൊരു പരാബോളയുടെ ഇക്വേഷൻ ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടിയടാ അതിൻ്റെ പാത്ത് ഒരു പരാബോളിക് ആണെന്ന് കിട്ടി. ഓക്കെ, നമ്മളെന്താ നോക്കി, ഇവിടുന്ന് കിട്ടുള്ള ലെങ്ത് അല്ല നോക്കി, ഇവിടുന്ന് കിട്ടുള്ള ലെങ്ത് നോക്കുമ്പോൾ നമുക്ക് പരാബോളിൻ്റെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ പരാബോളിൻ്റെ ഇക്വേഷൻ കിട്ടുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, അത് അതിൻ്റെ പാത്ത് പരാബോള എന്ന് മനസ്സിലായി. ഇതെന്ന് നോക്കടാ, ഇനി 3 ഡെറിവേഷൻസുമാണ് ഇമ്പോർട്ടൻറ്റ്. ഒന്ന് ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. നോക്കടാ, ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഞാൻ പറയാം. ആദ്യം തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയും എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ എടുക്കുക. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ എടുത്തിട്ട് ചെയ്യേണ്ടത് ഇത്രയുള്ളടാ, എസ്സിന് 0 എന്ന് കൊടുക്കുക. കാരണം അറ്റ് ഹൈറ്റിലേക്ക് എന്താ ചെയ്യുന്നത്, നമ്മൾ എന്താ പറയുക, ഒരു ഒബ്ജക്റ്റിന് അറിയാം ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. കാരണം ഒബ്ജക്റ്റ് തിരിച്ചെത്തിയില്ലേ, ഒബ്ജക്റ്റ് ഇവിടുന്ന് പോയിട്ട് തിരിച്ച് താഴെത്തില്ലടോ, 0 ആയില്ലേ. ദെൻ യു എന്ന് പറഞ്ഞാൽ യു സൈൻ തീറ്റയാണ്, മുകളിലോട്ടല്ലേ എറിയുന്നത്. അതുകൊണ്ട് മുകളിലോട്ടുള്ള വെലോസിറ്റി സൈൻ തീറ്റയാണ്, യു സൈൻ തീറ്റയാണ്. എ എന്ന് പറഞ്ഞാൽ മൈനസ് ജി ആണ്. ടി എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ ടി ആക്കി എടുത്തു. എന്തുകൊണ്ടാണ്, ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലേ പഠിക്കുന്നത്, അതുകൊണ്ടാണ്. ദെൻ യു ഈക്വൽ ടു 0 യു സൈൻ തീറ്റ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യടാ, യു സൈൻ തീറ്റ ഇക്വേഷൻ അപ്പുറത്തേക്കും ഹാഫ് ജി ടി സ്ക്വയർ ഇക്വേഷൻ രണ്ട് ഭാഗത്തേക്ക് എഴുതാം. ഓക്കെ, ഇത്രയേ ഉള്ളൂടാ, നേരെ എഴുതാം. എന്നിട്ട് ഇക്വേഷൻ 2 ഭാഗത്തേക്ക് എഴുതി കൊടുക്കുക. കാരണം ഇവിടെ 0 അല്ലേ, ഇപ്പുറത്ത് കൊണ്ടുവരാ, അവിടെ 2 ഭാഗത്തേക്ക് എഴുതി കൊടുക്കുക. ഇവിടെ ഒരു ടി ഉണ്ട്, ഇവിടെ ഒരു ടി ഉണ്ട്, വെട്ടി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ടി ബാക്കി ഉണ്ടാവില്ലേ, ഈ ഇക്വേഷനിൽ ബാക്കി സാധനങ്ങളൊക്കെ ഇക്വേഷന് താഴേക്ക് കൊണ്ടുവരാം. ഓക്കെ, ബൈ 2 ഇക്വേഷൻ താഴേക്ക് വരുമ്പോൾ മുകളിലേക്ക് പോകും, ഇൻറ്റു 2 ആവും. ദെൻ ഇക്വേഷൻ ടി ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി. കാണാൻ ഇക്വേഷൻ ഓൾറെഡി പഠിച്ചേക്കും. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ട് ബാക്കി ഒറ്റ എഴുതല്ല, 2u സൈൻ തീറ്റ ബൈ ജി. ഓക്കെ, ടൈം പീരീഡ്. ഓക്കെ, ടൈം കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ട ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. റേഞ്ചിന് നല്ല എളുപ്പമുള്ള പരിപാടിയാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വെലോസിറ്റി ഇൻറ്റു ടൈം. ഇങ്ങോട്ടുള്ള വെലോസിറ്റി പറഞ്ഞാൽ യു കോസ് തീറ്റയാണ് ഇൻറ്റു ടൈം പറഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്, 2u സൈൻ തീറ്റ ബൈ ജി. പരിപാടി കഴിഞ്ഞു. അത് നേരെ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ, എന്ത് കിട്ടും, യു സ്ക്വയർ സൈൻ സ്ക്വയർ 2 തീറ്റ ബൈ ജി എന്ന് കിട്ടും. യു സ്ക്വയർ സൈൻ സ്ക്വയർ 2 തീറ്റ ബൈ ജി എന്ന് കിട്ടും. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആർ ഇസ് മാക്സിമം വെൻ സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു മാക്സിമം, ദെൻ തീറ്റ ഈക്വൽ ടു 45. തീറ്റ 45 ഇമ്പോർട്ടൻ്റ് ആണ്, 1 മാർക്കിന് ചോദിക്കാറുണ്ട്. തീറ്റ 45 ആവുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളതാ, ഇത് മാക്സിമം ആവറിൽ, എന്ത് റേഞ്ച് മാക്സിമം ആവറിൽ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താടാ, ആർ മാക്സിൻ്റെ ഇക്വേഷൻ എന്താ, യു സ്ക്വയർ ബൈ ജി
ജി ആണ്. ദെൻ ദ ലാസ്റ്റ് ഇക്വേഷൻ ഏതാടാ മാക്സിമം ഹൈറ്റ്. അത്ര എളുപ്പമുള്ള ഒരു ഇക്വേഷൻ വരില്ല. ഇനി യു സ്ക്വയർ സൈൻ സ്ക്വയർ യു സ്ക്വയർ ഈക്വൽ ടു യു വി സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ എടുക്കുക. ഓക്കെ, ദെൻ അറ്റ് മാക്സിമം ഹൈറ്റ് എന്തായിരിക്കും? വി സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, വി സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. യു സ്ക്വയർ എഴുതി. യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താടാ? മുകളിലോട്ടല്ല പോകുന്നത്, യു സൈൻ തീറ്റയാണ്. യു എന്ന് പറഞ്ഞാൽ എന്താടാ? യു സൈൻ തീറ്റയാണ്. ഓക്കെ, അപ്പോൾ യു സ്ക്വയർ അറിയുമ്പോൾ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതി. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ രണ്ടിന് രണ്ട് ഭാഗത്ത് എഴുതണം. ഒന്ന് 2, ഇത് എക്ക് പകരം ജി കൊടുത്തു, എസിന് പകരം എച്ച് കൊടുത്തു. എന്തിനാ സാറ് എസിന് പകരം വെച്ച്? മുകളിലേക്കുള്ള ഹൈറ്റ് അല്ലേ, അതുകൊണ്ടാണ് കൊടുത്തത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതാ? ഈ എച്ച് എല്ലാം കിട്ടണ്ടേ? ഈ -2നെ ഇക്വേഷൻ്റെ താഴേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, കട്ട് ചെയ്തു. ഈ 2g ഇക്വേഷനെ താഴേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഇക്വേഷൻ കിട്ടും h is equal to u square sin square theta by 2g. ഇത്രയും എളുപ്പത്തിൽ എവിടെയാ കിട്ടുക? അത്രയും സിമ്പിളായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദെൻ നോക്കടാ, നെക്സ്റ്റ് ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ. മക്കളെ 3 ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ? ആർ യു കോൺഫിഡൻറ്റ്? 8+8+8 3 8ആയി. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ഒരു 5 അല്ലെങ്കിൽ 6 കൂട്ടാം നമുക്ക്, 6 മാർക്കും. ബാക്കി 2 ചാപ്റ്റേഴ്സും മിനിമം 8 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്ററാ. അപ്പോൾ എത്ര ആയടാ? 22 മാർക്സ് ആയിട്ടോ. ടൈം ഇപ്പോൾ എത്ര ആയടാ? 30 മിനിറ്റ് ഓർ 35 മിനിറ്റ് അല്ലേ? 35 മിനിറ്റ് ആയി. അപ്പോൾ നമുക്ക് എന്താടാ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ലോസ് ഓഫ് മോഷൻ എന്നുള്ള കിടിലൻ ചാപ്റ്റർ. ഇടാ ബാങ്കിങ് ഓഫ് റോഡ് പറയുന്നുണ്ട്. നോക്കിക്കോ. ബാങ്കിങ് ഓഫ് റോഡും ലെവൽ റോഡിൻ്റെ ഒക്കെ ഡെറിവേഷന് കിണ്ണം കാച്ചിയ ഡെറിവേഷന് കിടിലമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മടുക്കുന്നുണ്ടോ? സാറെ നാളെ എക്സാമ്പിൾ ഞങ്ങൾക്ക് മടുക്കൂ. അതാണ് എൻ്റെ ഒരു ഊർജ്ജം. ഓക്കെ, അതാണ് എൻ്റെ ഒരു എനർജി. നാളെ എക്സാം ഉള്ളതുകൊണ്ട് മക്കളെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. 35 മിനിറ്റ് കൊണ്ട് നമ്മൾ 3 ചാപ്റ്ററായി. ഇനിയുള്ള ഒരു 4-5 ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യൂടാ? ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ തീർക്കും. അത്രയും എളുപ്പമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഫസ്റ്റത്തെ ചാപ്റ്റേഴ്സിനൊക്കെ ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്ന ചാപ്റ്റേഴ്സ് ഞാൻ കൂടുതൽ സമയം നിൽക്കും. ഓക്കെ, അപ്പോൾ ലാസ്റ്റിലേക്കൊക്കെ എത്തുമ്പോൾ ക്വസ്റ്റ്യൻസ് കുറച്ചേ വരുള്ളൂ. അപ്പോൾ അവിടെ കുറച്ച് സമയം പറഞ്ഞാൽ മതി. നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുക? അതിന് എന്തൊക്കെ വരും എന്നുള്ളത് നമ്മൾ പറയും. ദെൻ നോക്കടാ ന്യൂട്ടൺ ഫസ്റ്റ് ലോ ചോദിക്കാറുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചേക്കാം, അറിയാത്തവർ ആരും ഇല്ല. ഓക്കെ, ഉണ്ടെങ്കിൽ പഠിച്ചു വെച്ചോ. ഓക്കെ, എവറി ബോഡി കണ്ടിന്യൂസ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ അൺലെസ് ആക്റ്റഡ് അപ്പോൺ എൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഒന്ന് മനസ്സിലായില്ലെന്നറിയാം. ഓക്കെ, എത്ര ഉള്ളൂ? ഒരു ഒബ്ജക്റ്റ് ഞാൻ എന്ത് ചെയ്തോടാ? ഫോഴ്സ് കൊടുത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് സൗകര്യമില്ല, നാളെ എക്സാമാണ്, ഇവിടെ ഫോഴ്സ് കൊടുക്കാൻ നേരമില്ല. ഓക്കെ, അങ്ങനെ പറയുകയാണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? അത് റെസ്റ്റിലാണെങ്കിൽ അത് റെസ്റ്റിൽ തന്നെ ഉണ്ടാവും. മോഷനിലാണെങ്കിലോ അത് മോഷനിൽ തന്നെ തുടരും. കാരണം ഞാൻ എന്ത് ചെയ്തില്ല? ഞാൻ അതിന് ഫോഴ്സ് എന്തെങ്കിലും കൊടുത്തോ? ഇല്ല, ഞാൻ അത് മൈൻഡേ ചെയ്തില്ല. അങ്ങോട്ട് ഞാൻ അതിന് ഫോഴ്സ് കൊടുത്താലല്ലേ അതെന്ത് ചെയ്യുള്ളൂ? ഇതേപോലെ റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിന് ഞാൻ ഫോഴ്സ് കൊടുത്താലല്ലേ അതെന്ത് ചെയ്യുള്ളൂ? മൂവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ ഫോഴ്സ് കൊടുത്ത് നിർത്തിയാലല്ലേ അത് സ്റ്റോപ്പ് ആവുള്ളൂ. അങ്ങനെ ഞാൻ ചെയ്തില്ലെങ്കിൽ അതെന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. അത് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യും, മോഷനിലാണെങ്കിൽ മോഷനിൽ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ അൺലെസ് ആക്റ്റഡ് അപ്പോൺ എൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. അതിൽ ഒരു ഫോഴ്സ് കിട്ടുന്നവരെ അതെന്ത് ചെയ്യുക? അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ദെൻ ശ്രദ്ധിച്ചോ, അവിടെ നമുക്ക് ആ ഒരു ലോക്ക് വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഇനേർഷ്യ. അപ്പോൾ എന്താണ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ? ഇനേർഷ്യ ഇസ് ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. എന്താടാ ഇനബിലിറ്റി എന്ന് പറഞ്ഞാൽ? കഴിവില്ലായ്മ. സാറേ എനിക്ക് കഴിയുന്നില്ല, ഡെറിവേഷൻ ഒന്നും കഴിയുന്നില്ല, എന്നെക്കൊണ്ട് പറ്റൂല എന്നൊക്കെ പറയില്ലേ? അതുപോലുള്ളൊരു അവസ്ഥയാണ് ആരുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫിസിക്സിലെ ഒരു അവസ്ഥനെ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ. എങ്ങനെ പറയുകയാണ്? ഇനേർഷ്യ ഇസ് ഇനബിലിറ്റി, എന്നെക്കൊണ്ട് കഴിയൂല എന്ത്? ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിന്ന് മാറാനോ അല്ലെങ്കിൽ മോഷൻ എന്ന് മാറാൻ എന്നെക്കൊണ്ട് കഴിയൂല. അതിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഇനേർഷ്യ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓർത്ത് വെക്കണം. ഇനേർഷ്യയുടെ എക്സാമ്പിൾസ് ഓർത്ത് വെക്കണം. നോക്കടാ, ഇനേർഷ്യ 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, പെന്നോടെ ഇനേർഷ്യ 3 ടൈപ്പ് ഉണ്ട്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഉണ്ട്, മോഷൻ ഉണ്ട്, അതുപോലെ ഡയറക്ഷൻ ഉണ്ട്. 3ൻ്റെ എക്സാമ്പിൾസ് അറിയണം. റെസ്റ്റിന് 1-2 എക്സാമ്പിൾ വേഗം സ്പീഡിൽ പറയാം. ഓക്കെ, നിങ്ങളൊരു ബൈക്കിൻ്റെ പിറകിൽ കയറിയിരിക്കുകയാണ്, പെട്ടെന്ന് ഷോ ഇടാൻ വേണ്ടിയിട്ട് ബൈക്ക് ഒന്ന് പെട്ടെന്ന് ആക്സിലേറ്റർ ആണ്ട് കൊടുക്കുമ്പോൾ നിങ്ങളുണ്ടോ ബാക്കിലോട്ടാണ്ട് വീഴുന്നു? ഇല്ലേ? ചില ആൾക്കാർക്ക് നന്നായിട്ട് ചിരിക്കുന്നുണ്ട്, അനുഭവം ഉണ്ട്, എനിക്കറിയാം, മനസ്സിലായി. ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ബസ്സിലിങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പിടിക്കാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. ബസ് പെട്ടെന്നാണ് മുന്നോട്ട് എടുക്കുമ്പോൾ ബാക്കോട്ട് വീഴാൻ പോകാറില്ലേ? അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് എക്സാമ്പിളാണ്. ഇനേർഷ്യ ഓഫ് മോഷൻ എക്സാമ്പിൾ നേരെ ഓപ്പോസിറ്റ് ആലോചിക്കുക. വാഹനം ഇങ്ങനെ സ്പീഡിൽ ഓടിച്ചു പോയിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒന്നായിട്ട് ഇവിടെ ഹെൽമെറ്റിൽ തലയടിക്കാറുണ്ട്. ഉണ്ടായിരുന്നോ? എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ മുഴച്ചിങ്ങനെ വരും. ഉണ്ടോ?
ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കിൽ ഇരിക്കാറില്ല, ഞാനാണ് ഡ്രൈവർ, എൻ്റെ ഹെൽമെറ്റും ഇതാണ് ഒന്നും ഇട്ടാറുള്ളത്. ഓക്കെ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. ഇനി ബസ്സിൽ പോകുന്ന സമയത്ത് ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മുന്നോട്ട് വീഴുന്നത് കണ്ടിട്ടുണ്ടാവും. ഇനി അതല്ല, നിങ്ങൾ ഇപ്പോഴത്തെ സ്പോർട്സ് ഒക്കെ നടന്നില്ല സ്കൂളിൽ, സ്പോർട്സ് നടന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, 100 മീറ്റർ റേസിൻ്റെ അവിടെ നിങ്ങളിങ്ങനെ പിടിക്കാനായിട്ട് നിൽക്കും. ആര്? ഓടി വരുന്ന ആൾക്കാരെ. ഓല് പൊട്ടന്മാരായിട്ടാണ് കേട്ടോ ഓല് ഫിനിഷിംഗ് ലൈൻ കഴിഞ്ഞിട്ട് വീണ്ടും ഓടുന്നത്. അല്ല, ഓൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇറ്റ്സ് ഇനബിലിറ്റി. ഓല് ഓടി വന്നിട്ട് ഫിനിഷിംഗ് ലൈനിൽ നിന്നാൽ എല്ലാവരും ജയിക്കൂലേ? ഓടി വന്ന് ഫിനിഷിംഗ് ലൈനിൽ നിന്നാൽ ജയിക്കൂലേ? പിന്നെ മുന്നോട്ട് ഓടി പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് അവർ പോകുന്നത്? അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇറ്റ്സ് ഇനബിലിറ്റി. അതിനെ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ. ഓക്കെ, ദെൻ ശ്രദ്ധിച്ചോ, നെക്സ്റ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. ന്യൂട്ടൺ സെക്കൻഡ് ലോ എത്ര പറയുന്നുള്ളൂടാ? എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി. എന്താ ഡി പി ബൈ ഡി ടി പറഞ്ഞാൽ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഓക്കെ, ഇത്രയേ ഉള്ളൂടാ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് ആണ് ഡി പി ബൈ ഡി ടി പറഞ്ഞാൽ. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഇതെന്താ ഫോഴ്സ് പറഞ്ഞാൽ? അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പഠിച്ചാൽ എന്ത് കഴിഞ്ഞടാ? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ കഴിഞ്ഞു. പക്ഷെ ഇവിടുന്ന് എന്ത് കഴിഞ്ഞു? എഫ് ഈക്വൽ ടു എം എന്നുള്ള ഇക്വേഷൻ ഉണ്ടാക്കാണ്ടാവും. പോയോ? എഫ് ഈക്വൽ ടു എം എന്നുള്ള ഇക്വേഷൻ ഉണ്ടാക്കുക. എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി അല്ലേ? വേഗം ചെയ്യുന്നുണ്ട് ഞാൻ. എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ എന്താ? മൊമെൻറ്റം എം വി ആണ്. ഡി എം വി ബൈ ഡി ടി. ദെൻ എം എന്ന് പറഞ്ഞാൽ മാസ്, വി പറഞ്ഞാൽ വെലോസിറ്റി ആണ്, ഡി പറഞ്ഞാൽ ചേഞ്ച് അല്ലേ? മാസിന് ചേഞ്ച് ഉണ്ടാവുമോ? ഇല്ല. ആർക്കാ ചേഞ്ച് ഉണ്ടാവുക? വെലോസിറ്റിക്കാണ് ചേഞ്ച് ഉണ്ടാവുക. എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ആണ്. ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആരാ? വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി പറഞ്ഞാൽ ആക്സിലറേഷനാ, എം എ എന്നായി. എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എം എ. പക്ഷെ സാർ ഇപ്പോഴും ഇക്വേഷൻ ആയില്ലല്ലോ? ഇല്ല, ആയിട്ടില്ല. ഇക്വേഷൻ ആവാൻ എന്ത് ചെയ്യണം? എഫ് ഈക്വൽ ടു കെ എം എ എന്ന് കൊടുക്കണം. സാർ എങ്ങനെ കെ എന്ന് വന്നത്? ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇക്വേഷൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കോൺസ്റ്റന്റ് കെ ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഇക്വേഷൻ എന്താ? എഫ് ഈക്വൽ ടു എം എ. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് ഇൻ ന്യൂട്ടൺ സെക്കൻഡ് ലോ. ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചിട്ട് ഫോഴ്സിന് എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. ഓക്കെ, ചില ആൾക്കാർക്ക് സ്ക്രീൻഷോട്ട് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുത്തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടോ ഈ ഫുൾ ചാപ്റ്റർ. ഓക്കെ, ദെൻ നോക്കടാ ന്യൂട്ടൺസ് തേർഡ് ലോ. എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു ആക്ഷനും റിയാക്ഷൻ ഉണ്ടാവുന്നല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, 1 വേർഡ് ചോദിക്കാറുണ്ട്. ഓക്കെ, എല്ലാ ഫോഴ്സും എങ്ങനെയൊക്കെ അറിയുക? പെയർ ആയിട്ടാണ്. എല്ലാ ഫോഴ്സും എങ്ങനെ ഉണ്ടാവുക? പെയർ ആയിട്ടാണ്. അടുത്തത് എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സാറേ എങ്ങനെയാണ് ഈ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യടാ? ക്യാൻസൽ ആവും. ബട്ട് ഇവിടെ എന്താണ് സാറേ ക്യാൻസൽ ആവാത്തത്? ഇവിടെ ക്യാൻസൽ ആവാത്തതിന് കാരണം എത്രയേ ഉള്ളൂടാ? ഇവിടെ എന്തുകൊണ്ട് ക്യാൻസൽ ആവുന്നില്ല എന്ന് ചോദിച്ചാൽ അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിലും ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് ഡിഫറെൻറ്റ് ബോഡീസിലാണ് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. സിമ്പിളായിട്ട് ആലോചിക്കുക. എന്താണ് ഞാൻ സ്വിം ചെയ്യാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് നമ്മൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാമൊക്കെ അടിച്ചു പൊളിച്ച് എഴുതിയിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പുഴയിലാണ് നീന്താൻ പോവുക. നമ്മൾ ഒട്ടും കുറക്കാറില്ല, പുഴയിലാണ് നീന്താൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു എടാ മുന്നോട്ട് നീന്തടാ എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഹൊയ് 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 ഇങ്ങനെ നീന്തുമോ? മുന്നോട്ട് നീന്തുക പറയുമ്പോൾ കൈ ബാക്കോട്ടല്ലടാ നമുക്ക് ആക്കുക. ബാക്കോട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് ആരാ ഫോഴ്സ് തരുന്നത്? വാട്ടറാണ്. നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് ആരെയില്ല? വെള്ളത്തിലാണ്, വാട്ടറിലാണ്. അതായത് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് വാട്ടറിലും വാട്ടർ ഫോഴ്സ് തരുന്നത് നിൽക്കുക. രണ്ട് ബോഡിയിലാണ്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യില്ല? ഡിഫറെൻറ്റ് ബോഡീസിലാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ദേ നോട്ട് ക്യാൻസൽ. അത് ക്യാൻസൽ ചെയ്യൂല എന്ന് ഓർത്ത് വെക്കുക. ദെൻ റീകോയിൽ ഓഫ് എ ഗണ്ണ്. ഇക്വേഷൻ വേഗം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ബുള്ളറ്റ് മുന്നോട്ട് പോകും, അപ്പോൾ തോക്ക് ബാക്കോട്ട് വരും. അതിനല്ല റീകോയിൽ എന്ന് പറയാം. വി ഈക്വൽ ടു മൈനസ് എം വി ബൈ എം. എന്താ സാറേ വലിയ വിയും വലിയ എമ്മും? അത് രണ്ടും ഗണ്ണിൻ്റെ മാസമാണ്. ഓക്കെ, ഗണ്ണിൻ്റെ മാസമാണ് വലിയ എം. ഗണ്ണിൻ്റെ ബാക്കോട്ടുള്ള റീകോയിൽ വെലോസിറ്റിയാണ് വലിയ വി. ചെറുത് രണ്ടും ആരതാണ്? ബുള്ളറ്റിൻ്റെ ആണ്. ഓക്കെ, എങ്ങനെയാണ് റീകോയിൽ വരിക? അത് കണ്ടോ? ശ്രദ്ധിച്ചോ? വേഗം നോക്കടാ. ഔട്ടാ ചിരിക്കല കുരിപ്പള കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുക. ഒരു മനുഷ്യൻ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചിരിച്ചോളി. നാളെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അല്ലേ? ഒരു ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നങ്ങനെ ചിരിക്കുക. എടാ നല്ലത് മാത്രം ചിന്തിക്കുക. ഓക്കെ, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. അമീൻ. ഓക്കെ, നോക്കടാ. ഓക്കെ, ശ്രദ്ധിച്ചോ? അടുത്തത് ലിഫ്റ്റിൽ കയറുന്ന പ്രോബ്ലമാണ്. ലിഫ്റ്റ് കയറിയ പ്രശ്നം തീർന്നില്ല ഒക്കെ ഒന്ന് കമൻറ്റൊക്കെ വരുന്നുണ്ട്, ചോദിക്കാറുണ്ട്, പലരും പറയാറുണ്ട് സാർ ലിഫ്റ്റ് കയറാഞ്ഞ പ്രശ്നം തീർന്നില്ല. കയറും, നമ്മൾ കയറ്റും. ശ്രദ്ധിച്ചോ?
ആദ്യം A = 0 യൂണിഫോം ആക്സിലറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, വെയിറ്റ് കോൺസ്റ്റന്റ്, വെയിറ്റിൻ്റെ വെയിറ്റ് മാറൂല. ഇനി ഒരു A എന്നുള്ള ആക്സിലറേഷൻ ഞാൻ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് കൂടും. എങ്ങനെ കൂടാൻ കാരണം എന്താ അറിയോ? വെയിറ്റ് കൂടാൻ കാരണം എന്താ? അപ്വേർഡ് മോഷൻ R = mg + ma. ഇതിൻ്റെ വെയിറ്റ് പറഞ്ഞാൽ mg എന്നു, അതിൻ്റെ കൂടെ ആരുമാടെ കൂട്ടും? ma പാടെ കൂട്ടും മുകളിലേക്ക് പോകുമ്പോൾ. ഓക്കെ, ma എന്നുള്ള വെയിറ്റും പാടെ ഇതിൻ്റെ കൂടെ കൂട്ടും. അപ്പോൾ എനിക്ക് വെയിറ്റ് കൂടും. താഴേക്ക് വരുമ്പോൾ എനിക്ക് വെയിറ്റ് കുറയും. കാരണം എന്താണ്? ഇതിൻ്റെ mg എന്നുള്ള വെയിറ്റ് നിന്ന് ma മൈനസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കുറയും. എന്നിട്ട് പൊട്ടിയാണ് വീണ്ടാൽ നല്ല രസകരാ. എടാ, ഞാൻ നിങ്ങളിങ്ങനെ മുകളിലോട്ട് കയറ്റിയിട്ട് നിങ്ങളെ ലിഫ്റ്റിൻ്റെ മുകളിൽ കയറിയിട്ട് ആ റോപ്പാണ് കട്ട് ചെയ്തു. നിങ്ങളിങ്ങനെ താഴേക്ക് വീഴുമ്പോൾ ഞാൻ കൈയടിച്ച് എന്ത് ചെയ്യാണ് സന്തോഷിക്കുകയാണ്. നിങ്ങൾ കണ്ട ആകെ അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ഉദ്ദേശം ശരിയാണ്. എന്താ? നിങ്ങൾക്ക് വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലാതെ നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ചെയ്യോ? എടാ, നിങ്ങൾ താഴേക്ക് വീഴുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യൂടാ? വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് 0 വെയിറ്റ് ചെയ്യിക്കാൻ വെയിറ്റ് ഉണ്ടാവില്ല, വെയിറ്റ് ഫീൽ ചെയ്യില്ല. പക്ഷെ ഫീൽ ചെയ്യാനൊന്നും നിങ്ങൾ നിൽക്കില്ല, അതിൻ്റെ മുന്നേ തീർന്നിട്ടുണ്ടാവും. ഓക്കെ, ഫീൽ ചെയ്യുന്നതിന് മുന്നേ ഫീല് പോയിണ്ടാവും. ആ ഒരവസ്ഥക്കാരം. അപ്പോൾ ശ്രദ്ധിച്ചോ. അപ്പോൾ അതുകൂടി അറിയണം. താഴേക്ക് വീഴുന്ന സമയത്ത്, ഫ്രീ ഫോളിൻ്റെ സമയത്ത് A = G ആണ്, അതായത് 0 വെയിറ്റ് ആണ്. നോക്കടാ, നെക്സ്റ്റ് വേഗം ഓടിച്ചു പോകാനുള്ളൂ. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്ക് അറിയാം? ഓക്കെ, ഈസ് എ ഒപ്പോസിങ് ഫോഴ്സ്. ഓക്കെ, രണ്ട് ലെയറുകൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് സർഫസുകൾക്കിടയിൽ ഉള്ള റിലേറ്റീവ് മോഷൻ. ഓർത്തിച്ചോ, സർഫസുകൾക്കിടയിലുള്ള റിലേറ്റീവ് മോഷൻ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷൻ. 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് സ്റ്റാറ്റിക്, ഒന്ന് കൈനറ്റിക് ഫ്രിക്ഷനും. ഓക്കെ, എ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറില്ലേ, ഫ്രിക്ഷൻ ഈസ് സെറ്റ് ടു ബി നെസസറി ഈവിൾ. എക്സ്പ്ലെയിൻ. നെസസറി ആണ്, ഈവിളും ആണ്. ആള് ഉപകാരമൊക്കെ ഉണ്ട്, പക്ഷെ എടങ്ങാറാണെന്നൊക്കെ പറയാറില്ല നിങ്ങൾ. അതേ പരിപാടി. എന്താണ് അതിനെ കൊണ്ടുള്ള ഉപകാരം? ഈ ഒരു ഒബ്ജക്റ്റിനെ പിടിക്കുന്നില്ലേ, ഹോൾഡ് ചെയ്യുന്നില്ലേ, ഞാൻ നടക്കുന്നില്ലേ, ഞാൻ ബ്രേക്ക് ചെയ്യുന്നില്ലേ, ഇതൊക്കെ എന്തിൻ്റെ ഉപകാരമാടാ? ഫ്രിക്ഷനെ കൊണ്ടുള്ള ഉപകാരങ്ങളാണ്. ഇനി എന്താണ് ഫ്രിക്ഷനോടുള്ള ഉപദ്രവങ്ങൾ? വിയറിങ് ആൻഡ് ടെയറിങ്. എടാ, മെഷീൻസ് ഒക്കെ എന്ത് ചെയ്യാണ്? തേയ്മാനം വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? നിങ്ങൾ എപ്പോഴും പറയുന്ന ഡയലോഗാണ്, അവളുടെ പിന്നാലെ നടന്നിട്ട് അല്ലെങ്കിൽ അവൻ്റെ പിന്നാലെ നടന്നിട്ട് എൻ്റെ ചെരുപ്പ് തേഞ്ഞു. അവനെയും കുറ്റം പറയേണ്ട കാര്യമില്ല, ഫ്രിക്ഷനാണ് അതിൻ്റെ കാരണം. ചെരുപ്പ് തേയാൻ കാരണം ഫ്രിക്ഷനാണ്. നിങ്ങൾ ടൈലിലൂടെ അവളെ പിന്നാലെ നടന്നു നോക്ക്, ഒരു തേയലും ഉണ്ടാവില്ല. ഓക്കെ, നല്ല പോയിന്റ്സുകളൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ ശ്രദ്ധിച്ചോ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആർക്കുണ്ടാ? ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ എക്സാമിന് ചോദിക്കും, എങ്ങനെ ഫ്രിക്ഷൻ കുറക്കാം? ഫ്രിക്ഷൻ കുറക്കാൻ എന്ത് ചെയ്യണം? ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യുക, ഓയിലൊക്കെ കൊടുത്തിട്ട് ഗ്രീസ് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കുക. രണ്ടാമത് സ്ട്രീം ലൈനിങ് ചെയ്യുക, മുന്നിങ്ങനെ കൂർപ്പിച്ച് വെക്കുക. മൂന്നാമത്തത് ബോറിങ് അല്ല ബെയറിങ്. ബോറിങ് എന്നൊക്കെ പറയാൻ ഉള്ളിൽ നിന്ന് വരികയാണ്. ഓക്കെ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? അതുകൊണ്ട് വന്നാട്ടോ? ഇല്ലല്ലോ. ബോറടിക്കുന്നില്ലെങ്കിൽ ഒന്ന് പവർ തന്നെ, ഒന്ന് കമന്റ് ബോക്സ് ഒന്ന് ഇങ്ങനെ കത്തിച്ചേ, നിന്നിങ്ങനെ കത്തണം. ഓക്കെ, അങ്ങനെ കത്തിച്ചേ, ഒന്ന് കത്തട്ടടാ. അപ്പോൾ ബോറിങ് മാറ്റി എന്നാലും ബെയറിങ് ആവുള്ളൂ. ഓക്കെ, എന്നാലും ബെയറിങ് ആവുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ എന്താടാ? ബെയറിങ് ഉണ്ടാക്കുക. നാലാമത്തത് സർഫസ് എന്ത് ചെയ്യുക? പോളിഷ് ചെയ്യുക. ഓക്കെ, ഈ 4 എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ലെവൽ റോഡ്, ബാങ്ക്ഡ് റോഡ്. ഇത് രണ്ടും കൂടെ പറഞ്ഞാൽ പരിപാടി കഴിഞ്ഞിട്ടോ. എടാ, 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോസ് ഓഫ് മോഷൻ ഇവിടെ തീരാൻ പോവുക. ലെവൽ റോഡിൽ നിങ്ങൾ അറിയേണ്ടത് mg, താഴേക്ക് mg, അതിൻ്റെ നേരെ മുകളിലേക്ക് n, ഇവിടേക്ക് ഏതാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇത്ര മാത്രം 3 ഫോഴ്സ്. താഴേക്ക് mg, മുകളിലേക്ക് n, നേരെ അങ്ങോട്ട് ആരാടാ? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ആദ്യം തന്നെ മക്കൾ എഴുതേണ്ട എന്താ അറിയോ? n = mg. എവിടെ എഴുതിയില്ലേ? n = mg. ഫസ്റ്റ് അത് എഴുതണ്ടേ, n = mg എന്ന് എഴുതാം. എന്നിട്ട് നമ്മൾ ഈ സാധനം വേണ്ട, നമുക്ക് ഈക്വൽ ടു മതി. എന്താടാ? ഇവിടെ ഈ ഫോഴ്സ് ഇവിടേക്ക് ഇതല്ലടാ, ഇതിൻ്റെ ഈ ഒരു സർക്കുലർ മോഷൻ്റെ സെൻറ്റർ ഇങ്ങോട്ടാണ് വിചാരിച്ചോ. ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആരാ കൊടുക്കുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. ഓക്കെ, സെൻട്രിപിറ്റൽ ഫോഴ്സ് ആരാ കൊടുക്കുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇതല്ലേ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mv²/r. ആരാ കൊടുക്കുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ μs_n. ഓക്കെ, n എന്ന് പറഞ്ഞാൽ mg അല്ലേ, അപ്പോൾ μs mg ദെൻ നമ്മൾ എന്ത് ചെയ്തടാ? ഈ ബൈ ആറിന് ഇക്വേഷൻ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ × r ആയി. അപ്പുറത്ത് m ഉണ്ട്, അത് രണ്ടും വെട്ടി. അപ്പോൾ v² = μsrg. v = √μsrg എന്നായി. v = √μsrg. ഇമ്പോർട്ടൻ്റ് ആണ്, ലെവൽ റോഡ് സിമ്പിൾ ആണ്. ദെൻ ബാങ്കിങ് ഓഫ് റോഡിലേക്ക് പോവാം. ദ കിങ്. എടാ, കിങ് ഓഫ്
കൊത്തല്ല, കിങ് ഓഫ് ഫിസിക്സ്, ഡെറിവേഷന്റെ രാജകമ്മത്ത് എന്നറിയപ്പെടുന്ന നമ്മളുടെ സ്വന്തം ബാങ്കിങ് ഓഫ് റോഡിലേക്ക് വരാം മക്കളെ. എന്താ ബാങ്കിങ് ഓഫ് റോഡ് എന്ന് ചോദിക്കാറുണ്ട്. ബാങ്കിങ് ഓഫ് റോഡ് പറഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ കണ്ടോ, ഈ ഒരു കർവില് ഈ ഒരു ഭാഗം ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാ raising the outer edge of a curved road above the inner edge. Raising the outer edge of a curved road above the inner edge is called എന്താണ്, is called banking of roads എന്ന് പറയും. ഓക്കെ, ശ്രദ്ധിച്ചോ. നമുക്ക് അറിയേണ്ടത് അതിൻ്റെ ഫോഴ്സുകൾ എങ്ങോട്ടൊക്കെ എന്നുള്ളതാണ്. ആദ്യം ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നേരെ മുകളിലേക്ക് ആരുണ്ടാവും, അവിടെ അങ്ങനെ ഒന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ആരുണ്ടാവും, നോർമൽ ഉണ്ടാവും. താഴോട്ട് ആരുണ്ടാവും, അതിൻ്റെ മാസ് mg ഉണ്ടാവും. ഓക്കെ, ഈ ഡയറക്ഷനിലാണ് എഫ് ഉള്ളത്. അപ്പോൾ എഫിനെ കമ്പണൻ്റ് ആക്കി ഒരു കമ്പണൻ്റ് എഫ് സൈൻ തീറ്റ ഇവിടെ ഉണ്ട്, എഫ് കോസ് തീറ്റ ഇവിടെ ഉണ്ട്. ഓക്കെ, നോർമലിനെ കമ്പണൻ്റ് ആക്കി എഫ് കോസ് തീറ്റ ഇവിടെ ഉണ്ട്, എഫ് സൈൻ തീറ്റ ഇവിടെ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം നേരത്തെ പറഞ്ഞല്ലോ, mgനെ ആദ്യം കാണുക. mgനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, mgൻ്റെ കൂടെ ആരുണ്ട്, എഫ് സൈൻ തീറ്റ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ കോസ് തീറ്റ ഈക്വൽ ടു mg പ്ലസ് എഫ് സൈൻ തീറ്റ. അതിന് എങ്ങനെയാണ് mgനെ കാണുക, എഫ് സൈൻ തീറ്റ പ്ലസ് എഫ് സൈൻ തീറ്റ ഇക്വേഷൻ അപ്പുറത്ത് വരുമ്പം എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ ഈക്വൽ ടു mg എന്നായി. ഓക്കെ, ദെൻ ചെയ്യേണ്ടത് അതാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഇതല്ലടാ സെൻട്രിപിറ്റൽ ഫോഴ്സ്, ഇവരല്ലടാ പ്രൊവൈഡ് ചെയ്യുന്നത്. ആരാടാ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇസ് പ്രൊവൈഡഡ് ബൈ ദ ഹൊറിസോണ്ടൽ കമ്പണന്റ് ഓഫ് എൻ ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. നോർമൽ ഫോഴ്സ് ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇസ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എഴുതുക എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ ഈക്വൽ ടു സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ mv സ്ക്വയർ ബൈ ആർ. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 1 ബൈ ഇക്വേഷൻ നമ്പർ 2 ചെയ്യുക. ഓക്കെ, എൻ കോസ് തീറ്റ മൈനസ് എൻ എഫ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ n sin theta plus f cos theta is equal to mg by mv square by r. Then വെട്ടി കൂടി വെട്ടി. ഓക്കെ, ഈ r നേരെ മുകളിലേക്ക് പോകും. അപ്പോൾ ആർ ജി ബൈ വി സ്ക്വയർ നേരെ മുകളിലേക്ക് കേട്ടോ. അപ്പോൾ അതാ ആർ ജി ബൈ വി സ്ക്വയർ. ഇനി ശ്രദ്ധിക്കുക, എൻ കോസ്റ്റിനെ കൊണ്ട് ആദ്യം തുടങ്ങുന്ന എൻ കോസ്റ്റിറ്റ് അല്ലേ, അതിനെ കൊണ്ട് എല്ലാവരും ഡിവൈഡ് ചെയ്യുക. എൻ കോസ്റ്റിറ്റ ഡിവൈഡ് ബൈ എൻ കോസ്റ്റിറ്റ പറഞ്ഞാൽ 1. ഓക്കെ, എഫ് സൈൻ തീറ്റ ഡിവൈഡ് ബൈ എൻ കോസ്റ്റിറ്റ എന്ന് പറയുമ്പം എഫ് ബൈ എൻ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ പറഞ്ഞാൽ ടാൻ തീറ്റ, എഫ് ബൈ എൻ ടാൻ തീറ്റ. ഓക്കെ, ദെൻ എൻ സൈൻ തീറ്റ ബൈ എഫ് കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എൻ ബൈ എഫ് എൻ കോസ് തീറ്റ അല്ലേ, എൻ കട്ടാവും. സൈൻ ബൈ കോസ് പറയുമ്പോൾ ടാന് പ്ലസ് എഫ് കോസ് തീറ്റ ബൈ എൻ സൈൻ തീറ്റ എന്ന് പറയുമ്പം എൻ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ കോസും കട്ടാവും. ഇവിടെ എഫ് ബൈ എൻ വരും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ എഫ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്താടാ, മ്യൂ എസ് ആണ്. അങ്ങനെ കിട്ടി സാറേ, എഫ് എന്ന് പറഞ്ഞാൽ മ്യൂ എസ് എൻ അല്ലായിരുന്നോ, ഈ ഇൻറ്റു എന്നിന് ഇക്വേഷനെ പുറത്ത് വരുമ്പോൾ ബൈ ആവും. എഫ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്താടാ, മ്യൂ എസ് ആണ്. ദെൻ നോക്കടാ, 1 മൈനസ് എഫ് ബൈ എൻ ടാൻ തീറ്റ ഡിവൈഡ് ബൈ ടാൻ തീറ്റ പ്ലസ് 1 ബൈ എൻ. അതിന് മ്യൂ എസ് കൊടുത്തു. 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ ബൈ ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്താ കിട്ടണ്ടേ, വി ആണ് കിട്ടേണ്ടത്. വി താഴെയുള്ളത് നേരെ തല തിരിച്ച് ചെയ്താൽ വി സ്ക്വയർ ഈക്വൽ ടു ആർ ജി ഇൻറ്റു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. വി is equal to root of ആർ ജി ഇൻറ്റു മ്യൂ എസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. ദെൻ എക്സാമ്പിളിന് എപ്പോഴും ചോദിക്കുന്നതാണ് ഒപ്റ്റിമം സ്പീഡ് പറയുമ്പോൾ സിമ്പിൾ ആൻഡ് ഹമ്പിൾ. എന്താണ്, റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. ഒപ്റ്റിമം സ്പീഡ് പറയുമ്പോൾ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ ആണ്, റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ ആണ്. മക്കളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ 5 എണ്ണം കഴിഞ്ഞു. 3 ചാപ്റ്ററും 8 മാർക്കോളം ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററുകളാണ്. ഒരു ചാപ്റ്റർ 6 മാർക്കും, മൊത്തം 30 മാർക്ക് നിങ്ങളുടെ കയ്യിലായി മക്കളെ. നിങ്ങൾ ഈ പവറിൽ നിൽക്കുകയാണെങ്കിൽ ഇനിയുള്ള ചാപ്റ്ററുകളൊക്കെ ചെറിയ ചാപ്റ്ററുകളാണ്. ഇനി കുറച്ച് 1-2 ചാപ്റ്ററുകളിൽ മാത്രമേ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അവിടെ അങ്ങോട്ടുള്ള ചാപ്റ്ററുകളൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസേ വരുള്ളൂ. മക്കളെ, ഓരോ കാര്യങ്ങളും നിങ്ങൾ റിവിഷൻ ചെയ്ത് വരികയാണെന്ന് എനിക്കറിയാം, നിങ്ങൾ പഠിച്ചു വരികയാണെന്ന് അറിയാം. നിങ്ങൾ ഈ ലൈവിൽ നിൽക്കുന്ന സമയത്തോളം നിങ്ങൾക്ക് കിട്ടുന്നത് നാളത്തെ എക്സാം പേപ്പറിൽ വരുന്ന ഓരോ കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ അടുത്ത ചാപ്റ്ററിലേക്ക് ഞാൻ പോവാണ്. അടുത്ത ചാപ്റ്റർ ഏതാ നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് ഞാൻ മൂവ് ചെയ്യാണ്, വർക്ക് എനർജി ആൻഡ് പവർ. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ മക്കളെ, തുടങ്ങല്ലേ? വർക്ക് എനർജി നോക്കടാ. വർക്ക് എനർജി നോക്ക്. പെട്ടെന്ന് പറയാം, 0 വർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ലടാ, വർക്ക് ഇല്ല. അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ തീറ്റ എന്തായിരിക്കണടാ,
0 ആയിരിക്കണം. ഓക്കെ, തീറ്റ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതിനാണ് ഇപ്പോൾ 0 വർക്ക് എന്ന് പറയാം. ഒന്നെങ്കിൽ നിങ്ങൾ ഫോഴ്സ് ഒന്നും കൊടുക്കരുത്, ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ വർക്ക് ഉണ്ടാവില്ല, അപ്പോൾ 0 വർക്ക് എന്ന് പറയും. അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവില്ല, അപ്പോൾ ഞാൻ ചുമര് തള്ളാണെങ്കിൽ 0 വർക്കാണ്. അല്ലെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ആയിരിക്കണം. എന്താ എക്സാമ്പിൾ? ഞാനിപ്പോൾ ഒരു സാധനം, ഒരു കല്ലൊക്കെ എന്ത് ചെയ്യാണ് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ എന്ത് നോക്കടാ, മുകളിലോട്ടല്ലേ ഞാൻ ഫോഴ്സ് കൊടുക്കുന്നത്, ഞാൻ നടക്കുന്നത് നേരെയല്ലേ, മുകളിലോട്ട് ഞാൻ ഫോഴ്സ് കൊടുക്കുന്നു, ഞാൻ നടക്കുന്നത് നേരെ. ഓക്കെ, മുകളിലോട്ട് ഞാൻ ഫോഴ്സ് കൊടുക്കുന്നു, ഞാൻ നടക്കുന്നത് നേരെ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ ആംഗിൾ 90 ആണ്. ഓക്കെ, അപ്പോൾ 0 വർക്കാണ്. ദെൻ പോസിറ്റീവ് വർക്ക് പറഞ്ഞാൽ ഞാൻ ഫോഴ്സ് കൊടുക്കുന്നിടത്തേക്ക് ഒരു ഒബ്ജക്റ്റ് വരികയാണെങ്കിൽ, ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കുന്നിടത്തേക്ക് ഒരു ഒബ്ജക്റ്റ് വരികയാണെങ്കിൽ അത് പോസിറ്റീവ് വർക്ക്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിൽ. ഓക്കെ, ഞാൻ ഫോഴ്സ് കൊടുക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഒബ്ജക്റ്റ് പോകുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് വർക്ക് എന്ന് പറയും. ഓക്കെ, അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഫ്രിക്ഷൻ ആണ് അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഫോഴ്സ്, ദെൻ നോക്കടാ, 2 ടൈപ്പ് എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. എന്താ കൈനറ്റിക് എനർജി പറഞ്ഞാൽ? എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വെർച്യു ഓഫ് ഇറ്റ്സ് മോഷനോട് ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഇക്വേഷൻ 12mv². എന്താണ് പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ? എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വെർച്യു ഓഫ് ഇറ്റ്സ് പൊസിഷൻ. അതിൻ്റെ പൊസിഷനോട് ഉണ്ടാകുന്ന എനർജിയാണ് എന്താ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇക്വേഷന് mgh ആണ്. ഇത് നോക്കടാ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ വർക്ക് എനർജി തിയറം. എങ്ങനെ പ്രൂവ് ചെയ്യുക? നിങ്ങൾക്കറിയാം v² = u² + 2as, അല്ലെങ്കിൽ v² - u² = 2as എന്നുള്ള ഇക്വേഷന് എല്ലായിടത്തും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യടാ? ഹാഫ് എമൗണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഹാഫ് എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിടാ? ഈ ഇതിൻ്റെ കൂടെ ഹാഫ് എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ½ മൈനസ് ഹാഫ് എം v² - ½ u² ഈ ഹാഫ് ഇൻറ്റു 2as എന്നുള്ള എന്താവും? 2 ഉം കട്ടാവും, എം ഇല്ലേ, മാസ് എന്നാവും. അതാണ് ഇതാ മാസ്. എന്ന് പറഞ്ഞാൽ എന്താ? മാസ് എന്ന് പറഞ്ഞാൽ MA എന്ന് പറഞ്ഞാൽ F ആണ്, F ഇൻറ്റു S പറഞ്ഞാൽ W ആണ്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി = വർക്ക് എന്ന് കിട്ടി. അതിനാണ് എന്താ പറയുക? വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് എടാ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഫോർ എ ഫ്രീലി ഫാളിംഗ് ബോഡി. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ച മക്കളെ. ഇറ്റ്സ് എ ഷുവർ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇസ് എ ട്രെൻഡിങ് ക്വസ്റ്റ്യൻ ആണ്. നോക്കടാ, എന്താ ചെയ്യേണ്ടത്? അറ്റ് പൊസിഷൻ എ എടുക്കുക. പൊസിഷൻ എയിൽ അവിടെ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. ഇവിടെ ഇതേപോലെ കൃത്യമായിട്ട് കൊടുത്ത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കൈനറ്റിക് എനർജി 0 ആയിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി, പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. mgh ആണ് പൊട്ടൻഷ്യൽ എനർജി. ദെൻ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ 0 + mgh പറഞ്ഞാൽ mgh കിട്ടും. ദെൻ പൊസിഷൻ ബിയിൽ നോക്കടാ. പൊസിഷൻ ബിയിൽ നോക്കേണ്ടത് ആദ്യം പൊട്ടൻഷ്യൽ എനർജി നോക്കുക. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mgh എന്ന് പറഞ്ഞാൽ എത്ര ഹൈറ്റിലാണ് അയാളുള്ളത്? h - x എന്നുള്ള ഹൈറ്റിലാണുള്ളത്. അപ്പോൾ mgh - x. കുഴപ്പമുണ്ടോ? ഇല്ല. അത് കൈനറ്റിക് എനർജി നോക്കുക. കൈനറ്റിക് എനർജി നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ½ v എത്ര നമുക്കറിയില്ല, വെലോസിറ്റി എത്ര അറിയില്ല. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യണം v² = u² + 2as എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് v² മുകളിൽ നിന്ന് അത് റെസ്റ്റിലല്ലായിരുന്നു. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 + u2a എന്ന് പറയുന്നതിന് പകരം താഴേക്ക് വരുന്നതുകൊണ്ട് g എന്ന് കൊടുത്തു. എസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങോട്ടുള്ള ലെങ്ത് എത്ര ഇടാം? x ആണ്. ഓക്കെ, അപ്പോൾ v² എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 2gx എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ½ v² പകരം എന്ത് കൊടുക്കും? 2gx. ഓക്കെ, ശ്രദ്ധിച്ചോ, ½ m × 2gx. ഈ 2 ഉം കട്ട് ചെയ്തു, mgx ഉണ്ടാവും, mgx. ഇനി ശ്രദ്ധിച്ചോടാ, ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി mgh - x + mgx. ഇവിടെ ഒരു mgx ഇല്ലേ, mgh - mgx ഇല്ലേ, -mgx ഇവിടെ +mgx കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടൂടാ? mgh കിട്ടും. അറ്റ് പൊസിഷൻ സിയിൽ നോക്ക്, പൊട്ടൻഷ്യൽ എനർജി 0, കാരണം പൊസിഷൻ ഉണ്ടോ? താഴല്ലേ. പൊട്ടൻഷ്യൽ എനർജി 0 ആയാൽ കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ചെയ്യാം. v² = u² + ശ്രദ്ധിച്ചോ, v² = u² + 2as. v² = u² 0 കൊടുക്കുക +2a. എത്രയുടെ ഹൈറ്റ്? ഇവിടെ നിങ്ങൾ താഴേക്കുള്ള ഹൈറ്റ് എത്ര? h ആണ്. 2ah, a അല്ല gh, 2gh. v² പകരം ആരെ കൊടുത്തോടാ? ഞാൻ 2gh കൊടുത്തു, 2 ഉം 2 ഉം കട്ട് ചെയ്തു, അപ്പോൾ mgh വന്നു. അപ്പോൾ 0 + mgh. എടാ എല്ലായിടത്തും ടോട്ടൽ എനർജി എന്താ നോക്കടാ? mgh. സോ എന്താ ഇത് കൺസേർവ്ഡ് ആണെന്ന് മനസ്സിലായി. ഇത്രയേ ഉള്ളൂ പരിപാടി, ഇത്രയേ ഉള്ളൂടാ. അറ്റ് പൊസിഷൻ എ, പൊസിഷൻ ബി, പൊസിഷൻ സി എഴുതിയെടുക്കുക, പെട്ടെന്ന് ചെയ്യുക, പരിപാടി തീരും. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങൾ ടയേർഡ് ആയോ? സീനുണ്ടോ? ഒരുപാടൊന്നും ആയില്ലട്ടോ. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. ദെൻ ഈ ഗ്രാഫ് ഒന്ന് ഓർത്ത് വെക്കുക. കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിൻ്റെ ഗ്രാഫ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഫോർ എ
സ്പ്രിങ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഫോർ എ സ്പ്രിങ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. റീസ്റ്റോറിംഗ് ഫോഴ്സ് എത്രയാണ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് F is equal to -kx എന്നറിയാം. ഓക്കെ, ഈ ഒരു ബ്ലോക്കിനെ ഈ പൊസിഷനിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് കൊണ്ടുപോകാൻ ആവശ്യമായ വർക്ക് എത്ര? W is equal to ഇന്റഗ്രൽ എവിടുന്ന് കൊണ്ടേ 0 എക്സിലേക്ക്, അപ്പോൾ ഇന്റഗ്രൽ 0 to x F dx. ഓക്കെ, W is equal to എഫിന് പകരം ഞാൻ എന്ത് കൊടുത്തു? -kx, മൈനസിനെ പുറത്തെടുത്തു, kx dx. ഓക്കെ, kx എക്സിൻ്റെ ഡെറിവേഷൻ എന്താ? x²/2 x²/2 എന്ന് കൊടുക്കുക. അപ്പോൾ നേരെ ഉത്തരം കിട്ടി. W is equal to -12 kx². W is equal to -12 kx². അതാണ് എന്താടാ? പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് എന്ത്? ആ വർക്ക് നമ്മൾ കൊടുക്കുന്ന വർക്കാണ് തിരിച്ച് ഓപ്പോസിറ്റിന് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഞാനൊരു സ്പ്രിങ്ങിനെ വലിക്കാനെടുക്കുന്ന വർക്കാണ് അതിന് തിരിച്ച് എൻ്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അതെന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. എടാ വലിയ ചാപ്റ്റർ ആണ്, പ്രശ്നമാക്കണ്ട, തീർന്നു, കൊല്ലാൻ പോവുക നമ്മള്, ഒരു ദയയില്ല. ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ഡെഡ്യൂസ് ദ റിലേഷൻ കണക്ടിങ് ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം. നോക്കട്ടാ, L is equal to R cross P അറിയാലോ, അതല്ലടാ നമ്മളെ എന്ത് ആംഗുലർ മൊമെന്റം. ദെൻ എല്ലിന് dl/dt എന്ന് കൊടുക്കുക. dl/dt is equal to d/dt of R cross B. ദെൻ നമുക്കറിയാം ഡെറിവേഷൻ എങ്ങനെ കാണുക? ഡെറിവേഷൻ ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേഷൻ ഇൻറ്റു സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേഷൻ ഓഫ് ഫസ്റ്റ്. നിങ്ങൾ പഠിച്ചില്ലേ? നിങ്ങൾ ഡെറിവേഷനൊക്കെ കൃത്യമായിട്ട് പഠിച്ച ആൾക്കാരല്ലേ? അല്ലെങ്കിൽ ഓർത്തുക, ആദ്യത്തെ ആളെ ഡിറൈവ് ചെയ്യുക, രണ്ടാമത്തെ ആളെ വെറുതെ വെക്കുക, രണ്ടാമത്തെ ആളെ ഡിറൈവ് ചെയ്യുമ്പോൾ ആദ്യത്തെ ആളെ വെറുതെ വെക്കുക, ആ പരിപാടി. ഓക്കെ, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ? dr/dt എന്ന് പറഞ്ഞാൽ റേഡിയസിനെ ഡിറൈവ് ചെയ്താൽ അല്ലെങ്കിൽ ലെങ്ത്തിനെ ഡിറൈവ് ചെയ്ത് എന്ത് കിട്ടും? വെലോസിറ്റി. P എന്ന് പറഞ്ഞാൽ എന്താ? mv ആണ്. ഓക്കെ, v ക്രോസ് v പറഞ്ഞാൽ 0 ആണ്. v ക്രോസ് v പറഞ്ഞാൽ 0 ആണ്. ഇനി ഇവിടെ ഉള്ളത് R ഉണ്ട്, ആറിന് എഴുതി. dp/dt പഠിച്ചില്ലേ? dp/dt പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ആണ്. F നിങ്ങൾ എവിടെ പഠിച്ചു? ന്യൂട്ടൺസ് തേർഡിൽ. ഈ ലൈവിൽ തന്നെ പറഞ്ഞിട്ടോ മക്കളെ, ഇല്ലാന്നൊന്നും പറയല്ലേ. ഓക്കെ, സങ്കടാവും. ഓക്കെ, R ക്രോസ് P, R ക്രോസ് F, R ക്രോസ് F എന്താ? ടോ ആണ്. എന്താ ടോ എന്ന് പറഞ്ഞാൽ? ടോർക്കാണ്. ദെൻ ടോർക്ക് is equal to dl/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ത്? ആംഗുലാർ മൊമെന്റ് ആണ്. എന്ത് കിട്ടി? ടോർക്ക് എന്ന് കിട്ടി. ചിലപ്പോൾ അങ്ങനെ ചോദിക്കൂട്ടോ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം ഈസ് ടോർക്ക്. പ്രൂവ് ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, ദെൻ കുഴപ്പമൊന്നുമില്ലല്ലോ. മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം സിമ്പിളാ. ഇത് നമ്മൾ പഠിച്ചല്ലോ. എന്താണ്? ടോസ് ഈക്വൽ ടു dl/dt. ഇടാ, എക്സ്റ്റേണൽ ടോർക്ക് ഈസ് ഈക്വൽ ടു 0. ദെൻ ടോർക്ക് ഈക്വൽ ടു 0 ആണെങ്കിൽ dl/dt ഈക്വൽ ടു 0 എന്ന് വരും. dl/dt ഈക്വൽ ടു 0 ആണെങ്കിൽ L ഈസ് എ കോൺസ്റ്റന്റ് എഴുതാം. നിങ്ങൾക്കറിയാം കോൺസ്റ്റന്റിന്റെ ഡെറിവേഷൻ 0 ഉള്ളൂ. അപ്പോൾ എല്ലിന്റെ ഡെറിവേഷൻ 0 ആകാൻ കാരണം L കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് കൺസർവേഷൻ? ഇഫ് ദ ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് ഓഫ് ദ സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ സിസ്റ്റം ഈസ് ഇഫ് ദ നെറ്റ് ടോർക്ക് ഓഫ് എ സിസ്റ്റം ഈസ് 0, അല്ലെങ്കിൽ അവിടെ നെറ്റ് ടോർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ടോട്ടൽ ആംഗുലാർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം ഈസ് റിമൈൻസ് കോൺസ്റ്റന്റ് ഓർ കൺസേർവ്ഡ്. മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്. ഇമ്പോർട്ടന്റ് മക്കളെ, ഇമ്പോർട്ടന്റ് അലേർട്ട് വന്നിരിക്കും. നോക്കടാ ഒന്ന് നോക്കടാ, സംഭവത്തിലുള്ളൂടാ. ഞാൻ ഇരുന്നിട്ട് നിങ്ങളോട് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. എക്സാമ്പിളായിട്ട് ഞാനൊരു ചെയർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ചെയർ മക്കൾക്ക് കാണാമോ എന്നറിയില്ല. ഓക്കെ, ഞാൻ ചെയറിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ കയറിയിട്ട് നിങ്ങളോട് പറയുകയാണ്, ഞാൻ കയറിയിട്ട് ഞാനിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ കറങ്ങുന്ന ചെയറാണ് വിചാരിച്ചോ. കറങ്ങുന്ന ചെയറിൽ ഞാനിങ്ങനെ എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യാണ് എന്ന് വിചാരിച്ചോ. ഓക്കെ, ഞാനിങ്ങനെ വലുതായി എന്നെ ഫുള്ളായിട്ട് കാണില്ല, ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഇരുന്ന് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഒന്നായിട്ട് കെട്ടിമറിഞ്ഞ് വീണാലേ നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് എഴുതാൻ ആരും ഉണ്ടാവില്ല, ഞാനുണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടല്ല, ആ സാധനം കറങ്ങുന്നില്ല. കറങ്ങുന്ന ഒരു ചെയർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിരുന്നു. പ്രശ്നമില്ല, നമ്മൾ കറങ്ങും. നോക്കിക്കോടാ. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പെൺകുട്ടി ഇങ്ങനെ കറങ്ങാണ്. എപ്പോഴും ഈ പെൺകുട്ടിൻ്റെ പിക്ചറായി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ആ പെൺകുട്ടി എന്ത് ചെയ്യാണ്? ഇങ്ങനെ കറങ്ങാണ്. ആ കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങുന്നത്, കൈ സ്ട്രെച്ച് ചെയ്തിട്ടാണ് കറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ സ്പീഡ് കുറവാണ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കും, കൈ സ്ട്രെച്ച് ചെയ്ത് കറങ്ങുമ്പോൾ സ്പീഡ് കൂടുവോ കുറയോ? ആംഗുലാർ സ്പീഡ് കൂടുതലാണോ കുറവാണോ ചോദിക്കും. നമ്മൾ പറയും ആ പെൺകുട്ടി കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ടാണ് അവൾ കറങ്ങുന്നുണ്ടെങ്കിൽ അവളുടെ ആംഗുലാർ സ്പീഡ് കുറവായിരിക്കും. കാരണം എന്താ നോക്കിക്കോ മക്കളെ, L is equal to I omega അല്ലേ? L is equal to I omega എന്നല്ലേ? L എന്ന് പറഞ്ഞാൽ എന്താടാ? കൺസർവേഷനോ L is equal to മൊമെന്റം ആണ്. എന്ത്? ആംഗുലാർ മൊമെന്റം ആണ്. ആംഗുലാർ മൊമെന്റം അല്ലേ കോൺസ്റ്റന്റ് ആവുന്നത്? ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആവണമെങ്കിൽ നോക്കടാ
ഇപ്പം ഞാൻ പറഞ്ഞു കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തു. കൈ സ്ട്രെച്ച് ചെയ്യുമ്പം എന്ത് കൂടും? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടും. കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടും. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുമ്പോൾ ഇയാൾ കുറയണം. ഒരാൾ കൂടുമ്പോൾ മറ്റൊരാൾ കുറയുമ്പോഴല്ലടാ അത് ടാലി ആവുള്ളൂ, അല്ലടാ അപ്പോഴല്ലടാ അത് എന്ത് ചെയ്യുള്ളൂ, കോൺസ്റ്റൻ്റ് ആവുള്ളൂ. അതായത് ഇത് ആരാ കുറഞ്ഞത്? ആംഗുലാർ സ്പീഡ്. അപ്പോൾ കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആംഗുലാർ സ്പീഡ് കുറയും. അപ്പോൾ കൈ ഇങ്ങനെ വെക്കുമ്പോൾ ആംഗുലാർ സ്പീഡ് കൂടും, കാരണം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കുറയും. ഓർത്തു വെക്കുക, അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് പറയുന്നുണ്ട്. ലോഡ് ആം ഇൻറ്റു ലോഡ് ഇമ്പോർട്ടൻ്റ്, ഓർത്തു വെക്കുക. ലോഡ് ആം ഇൻറ്റു ലോഡ് ഈക്വൽ ടു എഫേർട്ട് ആം ഇൻറ്റു എഫേർട്ട്. നെക്സ്റ്റ് പറയുന്നത് കപ്പിളാണ് നോക്കടാ. ഇതൊരു സ്പ്രേയുടെ ഒരു കുപ്പിയാണ്. ഓക്കെ, സ്പ്രേയുടെ ഒരു കുപ്പിയാണ് നോക്കടാ. ഓക്കെ, ശ്രദ്ധിച്ചോ. ഈ ഒരു ബോട്ടിൽ നമ്മളിങ്ങനെ ഓപ്പൺ ആക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെയുള്ള ഓപ്പൺ ആക്കുക. ഞാൻ ഈ ഫോഴ്സ് കൊടുക്കുന്നത് ഒരു കൈ ഞാൻ ബാക്കോട്ടും ഒരു കൈ മുന്നോട്ടും, അല്ലേ? ഒരു കൈ ബാക്കോട്ടും ഒരു കൈ മുന്നോട്ടും. അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് അല്ലേ? അപ്പോൾ എന്താ കപ്പിൾ പറഞ്ഞാൽ? കപ്പിൾ ഇസ് എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്. അത് സമാധാനമായി, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്. പിന്നെ ആക്ടിങ് ഓൺ ഡിഫറെൻറ്റ് ലൈൻ ഓഫ് ആക്ഷൻ. അതായത് ഒന്ന് ആക്ട് ചെയ്യുന്നത് ഇവിടുന്ന് ആ ലൈനിലാണ്, രണ്ടാമത്തത് ഇവിടുന്ന് മുന്നോട്ടുള്ള ലൈനിലാണ്. കാണിച്ചാൽ കേട്ടോ, ഇവിടുത്തെ ഒരു ടോപ്പ് അടപ്പ് ഇങ്ങനെ തുറക്കുന്നത്. ഒന്ന് ആക്ട് ചെയ്യുന്നത് അങ്ങോട്ടാണ്, ഒന്ന് ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. രണ്ട് ലൈനിലാണ്. ഈ ലൈനിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്, മറ്റേത് ആ ലൈനിലാണ്. പാരലലായിട്ടുള്ള രണ്ട് ലൈനിലാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. ഓക്കെ, വിത്ത് ഡിഫറെൻറ്റ് ലൈൻ ഓഫ് ആക്ഷൻ ആണ്. ഓർത്തു വെക്കുക. കപ്പിൾ എന്താ ഓർത്തു വെക്കുക. മൊമെന്റ് ഓഫ് ഇനേർഷ്യ പറയുന്നുണ്ട്, I is equal to mr² എന്നൊക്കെ പറയുന്നുണ്ട്. ഇസ് എ മൊമെന്റ്. നമ്മളെ എന്തിൻ്റെ അനലോഗാണിത്? റൊട്ടേഷണൽ അനലോഗ, മാസിന്റെ റൊട്ടേഷണൽ അനലോഗാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് ഓർത്തു വെക്കുക. കുഴപ്പമുണ്ടോ? തീർന്നുട്ടോ? റൊട്ടേഷണൽ മോഷൻ എന്നുള്ള കിക്കിടിലൻ ചാപ്റ്റർ തീർന്നിട്ട് കിടിലമായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. കിടിലം ഗ്രാവിറ്റേഷണൽ ചാപ്റ്റർ എത്ര സമയമാണ്? നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ 2 ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തിട്ടോ. ഗ്രാവിറ്റേഷൻ വലിയ ചാപ്റ്റർ എന്നാല് നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള മക്കളെ ശ്രദ്ധിച്ചോ. ഈ ഒരൊറ്റ ചാപ്റ്റർ നിങ്ങൾ കാണാന്നുണ്ടെങ്കിൽ ഒരുപാട് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഉറപ്പ് ഞാൻ തരാം. അതിന് മാത്രം സാധനങ്ങൾ പഠിക്കാണ്ട്. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കണം. ആദ്യം തന്നെ അതിന്റെ 3 ലോസാ. ലോ ഓഫ് ഓർബിറ്റ്സ്, ലോ ഓഫ് ഏരിയാസ്, ലോ ഓഫ് പീരീഡ്. ലോ ഓഫ് ഓർബിറ്റ്സ് വേഗം പറയട്ടോ. ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇതൊക്കെ ഞാൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ലോ ഓഫ് ഞാൻ കാരണം എന്താ പറയുക, എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ എന്ത് ചെയ്യൂടാ, സമയം തീരെ ഉണ്ടാവില്ല. എന്നാലും ഞാൻ പറയും. ഓക്കെ, എന്നാലും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയും. ശ്രദ്ധിച്ചോ. സൗണ്ടൊക്കെ ഇല്ല കേട്ടോ. ഇവിടുന്നൊക്കെ വരുന്നത് അത്രയും ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വരുന്ന ഒരു ഫീല് വരുന്നുണ്ട്, വേദന ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല മക്കൾക്ക്. നാളെ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങളിങ്ങനെ പലരും ഇങ്ങനെ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ഇംഗ്ലീഷ് എക്സാം ചില ആൾ പറഞ്ഞു സാറേ നല്ല അടിപൊളിയായിരുന്നു. ചില ആൾ പറഞ്ഞു സാറേ അതൊക്കെ പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു എന്നൊക്കെ. അങ്ങനെ ഒരു റിഗ്രറ്റിനില്ല. പഠിച്ചവർക്ക് അതിൽ നല്ല എളുപ്പമാണെന്നൊക്കെ ഒരുപാട് കുട്ടികൾ പറയുന്നത് കേട്ടു. അതുപോലെ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം, എളുപ്പമാണെന്ന് പറയാൻ പറ്റണം. നാളെ ഫിസിക്സ് എക്സാം കഴിയുമ്പോൾ എപ്പോഴും മക്കൾക്ക് അറിയാം ഫിസിക്സ് എക്സാം അല്പമൊന്നും ബുദ്ധിമുട്ടിക്കാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കണമെങ്കിൽ എല്ലാം പഠിക്കണം. ഈ ഒരു ലൈവ് കണ്ടു തീരുമ്പോൾ ഒക്കെ ആയടാ എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ +1 റാൻസിൻ്റെ ആ ഒരു ഫിസിക്സിൻ്റെ പ്ലേലിസ്റ്റിൽ കയറി വെക്കുക. ഇനി കാണാത്ത ന്യൂമറിക്കൽ പ്രോബ്ലംസ് അതിലുണ്ട്, ഗ്രാഫ് അതിലുണ്ട്, ഷുവർ ക്വസ്റ്റ്യൻസ് അതിലുണ്ട്, ഡെറിവേഷൻസ് മൊത്തം അതിലുണ്ട്, ഇതൊക്കെ അതിലുണ്ട്. ഇനി ഈ ലൈവിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും പഠിക്കണം എന്ന് തോന്നിയാൽ അതൊക്കെ എടുത്ത് കാണാം, അല്ലെങ്കിൽ ലൈവിന് വീണ്ടും കാണാം, അല്ലെങ്കിൽ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ തരും, അതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരുപാട് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ കമ്മ്യൂണിറ്റി വഴി എന്ത് ചെയ്യാം, ചോദിക്കാം. ഞാൻ ഉണ്ടാവും അവിടെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഉറക്കമൊഴിച്ചിട്ട് ഞങ്ങളുണ്ടാവും. റാൻസ് ഉണ്ടാവൂടാ. ദെൻ നോക്ക് ലോ ഓഫ് ഓർബിറ്റ്സ് എന്ന് പറഞ്ഞാൽ all planets move around the sun, but sun at one of the foci. എല്ലാവരും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ സണ്ണിനെ എന്ത് ചെയ്യാണ്, റിവോൾവ് ചെയ്യാണ്. സണ്ണ് ഏതെങ്കിലും ഒരു ഫോസൈൽ ഉണ്ടാവും, ഒന്നെങ്കിൽ ഇവിടെ ഉണ്ടാവും അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും. അത്രേ ഉള്ളൂ ഒന്നാമത്തെ. അതെല്ലാം ഇമ്പോർട്ടൻറ്റ് രണ്ടാമത്തതോ മൂന്നാമത്തതോ ആണ്. ഓക്കെ, രണ്ടാമത്തത് ലോ ഓഫ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ ദ ലൈൻ ജോയിനിങ് ദ sun to a planet sweeps equal areas in equal interval of time. Okay, equal areas in equal interval of time. അടുത്തത് അവിടെ എന്ത് കോൺസ്റ്റന്റ് ആണ്, ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ ലോ ഓഫ് പീരീഡ്സ് പറഞ്ഞാൽ T² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A³ T² പറഞ്ഞാൽ ടൈം പീരീഡിന്റെ സ്ക്വയർ, A³ പറഞ്ഞാൽ സെമി മേജർ ആക്സിസ് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. മൂവ് ഓൺ ടു നെക്സ്റ്റ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എങ്ങനെ പഠിക്കുക? F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m1 m2 by
ഡി സ്ക്വയർ ഇങ്ങനെയായിരിക്കും ഇത് തന്നിട്ടുണ്ടാവുക. എങ്ങനെ പഠിക്കാൻ നോക്കട്ടോ, വേഗം സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ അടുത്തൊരാൾ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങളെ ബെഞ്ചിൽ നിങ്ങളെ കൂടെ ഇരിക്കുന്ന ഒരാളുണ്ടല്ലോ, നിങ്ങൾ തമ്മിലുള്ള അട്രാക്ഷൻ ആണ് അവർ കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി, നിങ്ങളുടെ ഒരാളെ മാസാണ് M1, മറ്റൊരാളെ മാസാണ് M2. ദെൻ നിങ്ങൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് പറയാണ് ഓൾ ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. ഫസ്റ്റ് പോയിന്റ്, ഓൾ ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും, മലയാളം തരോ, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. അതുപോലെ ഡയലോഗ് കേട്ടണല്ലോ. ചില ആൾക്കാർ മലയാളം മീഡിയത്തിലൊക്കെ 10th 9th പഠിക്കാണ്ട്, ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടോ, പ്രപഞ്ചത്തിലെ എല്ലാ പിന്നെ അത് കിട്ടൂല. പിന്നെ ഫിലിം കണ്ടിട്ടുള്ള ആ ഒരു ഭ്രാന്തിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയായിരിക്കും എന്നൊക്കെ പറയും. അതെങ്ങാനും തെറ്റിച്ച പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി പിന്നെ ഞാനായിരിക്കും. എറഞ്ഞു ഒന്ന് അടിച്ചാളൂ. ഓക്കെ, ശ്രദ്ധിച്ചോ, നോക്കടാ ഇവിടെ ശ്രദ്ധിച്ചോ. ഓൾ ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. ഫസ്റ്റ് പോയിന്റ്. എന്നിട്ട് നമ്മൾ പറയും ഞങ്ങൾ തമ്മിൽ അട്രാക്ഷൻ ആണല്ലോ കാണുന്നത്. ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു ബോഡീസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അട്രാക്റ്റീവ് ഫോഴ്സ്. അല്ലത് അട്രാക്റ്റീവ് ഫോഴ്സ്, അയ്യോ പെണ്ണ് പോയി. ഓക്കെ, ശ്രദ്ധിച്ചോ. ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ two bodies is directly proportional to എന്താണ്, product of their masses. Directly proportional to mass അല്ലേ, product of their masses, and inversely proportional to എന്താണ് d എന്ന ഡിസ്റ്റൻസ് ആണ്, square of the distance between them, square of the distance between them. അതാണ് എന്ത്, യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ. ഒന്നുകൂടെ ഓർത്തോ, all bodies in the universe attract each other. The attractive force between these two bodies are directly proportional to the product of their masses and inversely proportional to square of the distance between them. ദമ്മാണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് കത്തിച്ചേ, ഒന്ന് പവർ ഇട്ടേ, ഞാനൊന്ന് കാണട്ടെ, ഒന്ന് സന്തോഷിക്കട്ടെ, ഒന്ന് അർമാദിക്കട്ടെ, ഒന്ന് ഉല്ലാസിക്കട്ടെ. ഓക്കെ, ദെൻ ശ്രദ്ധിച്ചോ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അടുത്തത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാ? അതിൽ തന്നെ ഉണ്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അങ്ങനെ ഓർത്തു വെക്കുക. ഇനി അതിനെ ടൈമുള്ളൂ. ഇക്വേഷൻ എന്താ? G = gm/r². G = gm/r². ഇതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? G = gm1m2/r². ഈ G എന്താ? G is called gravitational constant. The value of one word question. The value of G is equal to 6.67 into 10 raised to minus 11 Newton meter square per kilogram square. ഒറ്റ ശ്വാസത്ത് മക്കൾ പറഞ്ഞേ, 6.67 into 10 raised to minus 11 Newton meter square per kilogram square. Then നോക്കടാ, ഈ ജിയുടെ വാല്യൂ, സ്മോൾ ലെറ്റർ ജിയുടെ വാല്യൂ 9.8 meter per second ആണ്. പക്ഷേ എക്സാമിന് എപ്പോഴും അടുത്തത് ഷുവർ ക്വസ്റ്റ്യനാ. അടുത്ത 2 ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒന്ന് എക്സാമിന് വരും. ശ്രദ്ധിച്ചോ, അടുത്ത 2 ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒന്ന് എക്സാമിന് വരും. ഒന്നെങ്കിൽ അറ്റ് ഹൈറ്റ്, ഒരു എന്താ പറയുക, എർത്ത് നിന്ന് ഒരു ഹൈറ്റിൽ ഉണ്ടാവുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷനും, അല്ലെങ്കിൽ ഡെപ്തിൽ ഉണ്ടാവുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷനും എക്സാമിന് ചോദിക്കാം. എങ്ങനെ ചെയ്യാം, വേഗം നോക്കട്ടോ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാനത് വേഗം ഒന്ന് ചെയ്യാം. ജി എന്ന് പറഞ്ഞാൽ എന്താ? gm/r². വേഗം ഞാൻ ചെയ്യും. ശ്രദ്ധിച്ചിരുന്നോ? GH എന്ന് പറഞ്ഞാൽ h ഹൈറ്റിലല്ലേ, അപ്പോൾ gm/r+h എങ്ങനെ കിട്ടി സാറേ? ഇതാ ഇവിടെ r ഉണ്ട്, ഇവിടെ h ഉണ്ട്, രണ്ടും കൂടെ കൂട്ടിയതല്ലേ ലെങ്ത്, r+h². ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും ഇല്ലേ, അതിൽ 2a/1 ചെയ്യുക. 2a/1 ചെയ്താൽ നോക്കടാ, ഇവിടെ ഒന്നാമത്തെ ഇക്വേഷൻ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. gm/r². ഓക്കെ, ഇത് രണ്ടും കട്ടാവും. എന്നിട്ട് GH = എന്താ ചെയ്യാറിയോ, ഈ താഴെയുള്ള ആൾ ഏറ്റവും മുകളിലേക്ക് പോകും, r²/ ഇവിടെ ഉള്ള ആൾ ഇവിടെ തന്നെ ഉണ്ടാവും, r+h². r²/r+h². ചെയ്യേണ്ട കാര്യം അടുത്തത്, ഇവിടെ ഒരു ഉള്ളിലൊരു r² ഉണ്ടല്ലോ, ആ r² എന്ത് ചെയ്യുക, പുറത്തേക്ക് എടുക്കുക. GH/G = r²/ ഇവിടുന്ന് ഒരു r² പുറത്തേക്ക് എടുത്താൽ ഇവിടെ ആരുണ്ടാവും പഠിച്ചു വെക്കുക, 1+h/r² ഉണ്ടാവും. r² മുകളിലും താഴെ ഉള്ളതുകൊണ്ട് ഞാൻ വെട്ടി ഒഴിവാക്കി. GH/G = സാറേ സ്പീഡിൽ പോകണ്ടോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. ഇതല്ലാതെ നമുക്ക് സിമ്പിളാണ്, ഇങ്ങനെ പോയാൽ മതി. ഓക്കെ, ഈ സ്ക്വയർ ഉള്ളത് ഇക്വേഷന് മുകളിലേക്ക് വരുമ്പോൾ മൈനസ് ആവട്ടെ, മൈനസ് ആവേ, 1+h/r -2 എന്നായി. ദെൻ നോക്കടാ GH/G = ബൈനോമിയൽ തിയറം അനുസരിച്ച് ഇതെങ്ങനെ എഴുതുക, 1 - 2h/r. 1 - 2h/r എന്നാണ് ബൈനോമിയൽ തിയറം അനുസരിച്ച് ചെയ്താൽ. ഇത്ര ആലോചിച്ചാൽ മതി. -2 നേരെ ഇതിൻ്റെ മുന്നേക്ക് ഇട്ട് കൊടുക്കാമെന്ന് ആലോചിക്കുക, ശരിയൊന്നല്ല, അങ്ങനെ ആലോചിക്കുക. ദെൻ GH =
ജി ഇൻറ്റു ഈ ജീനെ അങ്ങോട്ട് കൊണ്ടുപോവുക ജി ഇൻറ്റു 1 മൈനസ് 2h/r. ഇതാണ് എന്തിൻ്റെ ഇക്വേഷനടാ എന്തിൻ്റെ ഇക്വേഷന് അറ്റ് h ഹൈറ്റിലുള്ള ഇക്വേഷൻ. ഇതെന്ന് നോക്കടാ അറ്റ് ഡെപ്ത് ആണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ ഞാൻ സൈഡിൽ ചെയ്യാം. ജി സി ഈക്വൽ ടു 4/3 പൈ റോ ജി ആർ. ഈ ഇക്വേഷൻ കാണാൻ പഠിച്ചേക്കുക. ജി സി ഈക്വൽ ടു 4/3 പൈ റോ ജി ആർ. സാറേ പഠിച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യണം. ഓക്കെ, ജി സി ഈക്വൽ ടു 4/3 പൈ റോ ജി ആർ പഠിച്ചു വെക്കുക. അപ്പോൾ ജി ഡി എന്ന് പറഞ്ഞാൽ അറ്റ് ഡെപ്തിൽ ഡി എന്നുള്ളൊരു ഡെപ്തിൽ ഡി എന്നുള്ളൊരു താഴോട്ട് വരുമ്പം ഡി എന്നുള്ളൊരു ഡെപ്തിൽ എത്ര ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെച്ചാൽ 4/3 പൈ റോ ജി ആറിന്ന് എന്ത് കുറക്കണം ഡി കുറക്കണം, ആറിന്ന് എന്ത് കുറക്കണം ഡി കുറക്കണം. എന്നിട്ട് ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ഡിവൈഡ് ചെയ്യുക. 2 ഡിവൈഡഡ് ബൈ 1 ചെയ്യുമ്പോൾ നോക്കടാ ഈ 4/3 അവിടെ ഉണ്ട്, പൈ അവിടെ ഉണ്ട്, റോ ഉണ്ട്, ജി ഉണ്ട്, ഒക്കെ വെട്ടി പോലെ ബാക്കി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ജി ഡി ബൈ ജി സി ഈക്വൽ ടു ആർ മൈനസ് ഡി ബൈ ആർ. ഓക്കെ, ദെൻ ജി ഡി ബൈ ജി സി ഈക്വൽ ടു ഇതിനെങ്ങനെ എഴുതാം ആർ ബൈ ആർ മൈനസ് ഡി ബൈ ആർ അല്ലേ. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തൂടെ ആർ ബൈ ആർ ഞാൻ വെട്ടി എത്ര കിട്ടൂടാ എത്ര കിട്ടും 1 എന്ന് കിട്ടും. ദെൻ 1 മൈനസ് ഡി ബൈ ആർ. ദെൻ ഇക്വേഷൻ ജി ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. 1 മൈനസ് ഡി ബൈ ആർ. ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, കമന്റ് അങ്ങനെ നിറക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കമന്റ് നിറക്കണം കേട്ടോ. റെഡി ആയിരുന്നോ ജി അറ്റ് സെൻട്രൽ എത്ര ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് സെൻട്രൽ എത്ര അറിയില്ലേ 0 ആണ് കേട്ടോ. സെൻട്രൽ എത്രടാ 0 ആണ്. കുറേ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടാവും. സെൻട്രൽ എത്ര 0 ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എവിടെ ഉണ്ടാവുക പോളിലാണ്. എവിടെ ഉണ്ടാവുക പോളിലാണ്. ഏറ്റവും കുറവ് എവിടെ ഉണ്ടാവുക ഇക്വേറ്ററിലാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാവുക പോളിലാണ്, കുറവുണ്ടാവുക ഇക്വേറ്ററിലാണ്. ഓർത്തിരിക്കുക. ദെൻ എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി ശ്രദ്ധിച്ചോ. എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി ആണ് ഡിറൈവ് ചെയ്യാൻ നോക്കുക. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓർബിറ്റൽ അങ്ങനെ കറങ്ങല്ലേ അല്ലേ, അതിനല്ലേ ഓർബിറ്റൽ വെലോസിറ്റി വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കറങ്ങാൻ എന്ത് വേണം, ഇങ്ങനെ സർക്കുലർ മോഷനിൽ കറങ്ങാൻ എന്ത് വേണം സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം, mv²/r വേണം. ഓക്കെ, അത് ആരെ കൊടുക്കുക ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ജി ഇൻറ്റു എം ബൈ ആർ സ്ക്വയർ. ഓക്കെ, രണ്ട് ഞാൻ ക്യാപിറ്റൽ ആക്കട്ടോ r². കുഴപ്പമുണ്ടോ ഇല്ല. ഇവിടെ ഒരു ആറുണ്ട് കട്ട് ചെയ്തു, ഒരു എം ഉണ്ട് കട്ട് ചെയ്തു. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ അടുത്ത സ്റ്റെപ്പിൽ കട്ട് ചെയ്യാം. ഇതൊക്കെ പാടൊരു വൃത്തി ഉണ്ടാവില്ല. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ കട്ട് ചെയ്യാം. ഓരോന്ന് ചെയ്യാം. ഓക്കെ, കാര്യം വേഗം മനസ്സിലാക്കട്ടോ, വേഗം ഓർത്തൊക്കെ. ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവണം mv²/r. അതായത് എന്താടാ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവണം. അത് ആരെ കൊടുക്കുന്നത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് gmm/r² കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഇവിടുത്തെ എം ഞാൻ വെട്ടി, ഇവിടുത്തെ ആറ് വെട്ടി. v² is equal to ഇവിടെ ആരുണ്ടാവും ഇനി ഒരു ജി ഉണ്ട്, വലിയ എം ഉണ്ട്, താഴെ ഒരു ആർ ഉണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക സ്മോൾ ലെറ്റർ ജി is equal to gm/r² നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഈ r² ഒരു ആറിന് ഇങ്ങോട്ട് കൊണ്ടുവന്നടാ gr is equal to gm/r എന്ന് വരും. അപ്പോൾ gm/r പറഞ്ഞാൽ gr. ഇവിടെ gm/r കണ്ടോ, v² is equal to gm/r അല്ലേ. ഞാൻ വീണ്ടും എഴുതില്ലേ, v is equal to √gr. then v is equal to √ ആരാണുള്ളത് gr അല്ലെങ്കിൽ rg, √rg. this is the expression for orbital velocity. എസ്കേപ്പ് വെലോസിറ്റി ഇതേപോലെ പരിപാടി ഇപ്പോൾ തീർത്തരാ. എസ്കേപ്പ് പറഞ്ഞാൽ കഴിച്ചിലാവാനാണ്. ഇവിടുന്ന് ഓടി കഴിച്ചിലാവാനുള്ള വെലോസിറ്റി ആണ് അല്ലേ. ഒരു ഗ്രാവിറ്റേഷണൽ പുള്ളിന്ന് ഒരു ഒബ്ജക്റ്റിന് ഇവിടുന്ന് എന്ത് ചെയ്യാനാണ്, പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വെലോസിറ്റി ആണ്. അതിന് നമ്മൾ ഇവിടുന്ന് ഒരു ഇനീഷ്യൽ എന്ത് കൊടുക്കണം, എനർജി കൊടുക്കണം. അതിനാണ് നമ്മൾ കൈനറ്റിക് എനർജി ½ എന്ന് പറയാം. അത് ആർക്ക് ഈക്വൽ ആവണോടാ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിക്ക്. രണ്ട് എനർജി ഈക്വൽ ആയാലേ ഇതൊന്നും പുറത്തേക്ക് കടക്കുള്ളൂ. ഓക്കെ, ½ എന്തിന് ഈക്വൽ ആണ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആണ് gmm/r. ഇവിടെ ഒരു എം ഉണ്ട്, ക്യാൻസൽ ചെയ്തു. ദെൻ ½ is equal to gm/r. ദെൻ ഹാഫിന് 2 അങ്ങോട്ട് പോയാൽ ഇൻറ്റു ആവും. v² is equal to 2gm/r. v is equal to √2gm/r. മക്കളെ gm/r എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെ പഠിച്ചു, rg ആണെന്ന് പഠിച്ചു. v is equal to
2rg. This is the expression for escape velocity. This is the expression for orbital velocity. ഇത് തമ്മിലുള്ള റിലേഷനൂടെ നോക്കണം. ഇത് തമ്മിലുള്ള റിലേഷനൂടെ നോക്കടാ. എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഈ rg റൂട്ട് rg എന്ന് പറഞ്ഞാൽ ആരാ? v0. എസ്കേപ്പ് വെലോസിറ്റി പറഞ്ഞാൽ റൂട്ട് ഓഫ് 2 v0 ആണ്. റൂട്ട് ഓഫ് 2 ഇത് റൂട്ട് ഉണ്ടാവല്ലേ, റൂട്ട് ഓഫ് 2 റൂട്ട് ഓഫ് 2 v0 ആണ്. റൂട്ട് 2 v0 ആണ്. റൂട്ട് 2 v0. v ഈസ് ഈക്വൽ ടു റൂട്ട് 2 v0 ആണ്. വലിയ സംഭവങ്ങളൊക്കെ പറയാൻ കേട്ടോ, വലിയ സംഭവങ്ങളൊക്കെ പറഞ്ഞു. Then move on to the next properties of solids. സോളിഡ്സിൽ പറയാനുള്ളത് വേഗം പറയട്ടോ. സോളിഡ്സിൽ പറയാനുള്ളത് ഒന്ന് ഹുക്സ് ലോ ഉണ്ട്. ഫോർ എ സ്മോൾ ഡിഫോർമേഷൻ ദ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ് എന്ത് ഹുക്സ് ലോ എന്ന് പറയുന്നത്. ദെൻ നോക്കടാ, ഡിഫൈൻ ദ കംപ്രസിബിലിറ്റി ഫാക്ടർ. എന്താ കംപ്രസിബിലിറ്റി ഫാക്ടർ? ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. എന്താണ് റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്? ഓർത്തിരിക്കുക. ദെൻ നോക്കടാ, ഈ ഒരു ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓരോ പോയിന്റും മാർക്ക് ചെയ്ത് പഠിക്കുക. ഗ്രാഫ് നിങ്ങൾ എടുത്തന്നെ പഠിക്കണം. ഓക്കെ, ഗ്രാഫ് എന്ത് ചെയ്യണം? എടുത്തന്നെ പഠിക്കണം. അതിൽ എക്സാമിന് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചത് വേഗം. എക്സാമിന് എന്ത് ചോദിക്കും? യങ്സ് മോഡുലസ് എയിനാ കൂടുതലും ചോദിക്കും. എയിനാണോ സ്ലോപ്പ് കൂടുതൽ? അതിന് എന്ത് കൂടുതലായിരിക്കും? യങ്സ് മോഡുലസ് കൂടുതലായിരിക്കും. ഇതിനല്ലേ സ്ലോപ്പ് കൂടുതൽ? എക്കല്ലേ സ്ലോപ്പ് കൂടുതൽ? അപ്പോൾ എക്കാണ് എന്ത് കൂടുതൽ? യങ്സ് മോഡുലസ് കൂടുതൽ. ദെൻ ഏതാണ് സ്ട്രോങ്ങർ എന്ന് ചോദിച്ചാൽ ഇവിടെ ലെങ്ത് കൂടുതലുള്ളതായിരിക്കും സ്ട്രോങ്ങർ. അതും ആരാടാ? എ ആണ്. ഓക്കെ, ലെങ്ത് കൂടുതൽ, ഫ്രാക്ചർ പോയിന്റ് ലെങ്ത് കൂടുതലാണ് എന്തുണ്ടാവുക? സ്ട്രോങ്ങർ മെറ്റീരിയൽ ഉണ്ടാവുക. ഡക്റ്റൈൽ എന്ന് ചോദിച്ചാലും ഇവിടെ ലെങ്ത് കൂടുതലായിരിക്കാണോ അത് തന്നെ ആയിരിക്കും ഡക്റ്റൈൽ. അപ്പോൾ ലെങ്ത് കുറവുള്ളത് എന്താ സാറേ? അത് ബ്രിട്ടിലാണ്. എന്താണ്? ബ്രിട്ടീഷ് അല്ല, ബ്രിട്ടിൽ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു നോക്കുക. Then move on to the main chapter, mechanical properties of fluids. നിങ്ങൾക്കറിയാം മക്കളെ, അടുത്ത ഒരു രാജാവ് എന്ന് പറയാം. എന്തിന്റെ? ഡെറിവേഷൻസിന്റെ രാജാവായിട്ടുള്ള ഈ കാലം മുഴുവനും ഡെറിവേഷൻ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജാവിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, തുടങ്ങാം. നമുക്ക് തുടങ്ങല്ലടാ. ഓക്കെ, വേഗം ഒന്ന് ഇതുവരെ എടുത്ത കാര്യങ്ങളൊന്നും ഓർത്ത് നോക്കിയേ. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഒന്ന് ബ്രീത്ത് എടുത്തേ. ഓക്കെ, നൈസായിട്ട് ഒന്ന് ബ്രീത്ത് എടുത്തേ. ഒന്ന് 2-3 വട്ടം ഒന്ന് ബ്രീത്ത് എടുത്തേ. ഓക്കെ, ബ്രീത്ത് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരി. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്റർ എടുക്കാം. ഓക്കെ, ശ്വാസം മുട്ടി മരിക്കണം പോരി. ഓക്കെ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിലേക്ക് നോക്കടാ. ഫസ്റ്റ് തന്നെ പാസ്കൽസ് ലോ ആണ് പറയുന്നത്. എന്താണ് പാസ്കൽസ് ലോ പറയുന്നത്? ഓക്കെ, ഒരു സിസ്റ്റത്തിൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ ഒരു പ്രഷർ കൊടുത്താൽ അത് ഓൾ പോയിന്റിലേക്ക് എല്ലാ ആ സിസ്റ്റം മൊത്തം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നല്ലേ. ഓക്കെ, ഇക്വേഷൻ എന്താണ്? F1/A1 = F2/A2. ഏതോ ഒരു വീഡിയോയിൽ നൈസാ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? F2 = F1 × A2/A1 എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എനിക്ക് F2 = F1 × A2/A1 ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഇതിന് പ്രോബ്ലംസ് ഉണ്ടാവും. ന്യൂമറിക്കൽസിന്റെ ഒരു വീഡിയോ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ കണ്ടോ? ന്യൂമറിക്കൽസിന്റെ വീഡിയോ കാണണം. കാരണം കഴിഞ്ഞ നിങ്ങൾ പബ്ലിക് എക്സാമിന് ന്യൂമറിക്കൽസ് എന്ന ചോദ്യം വന്നിട്ടില്ല. നിങ്ങൾ കണ്ടല്ലോ, ഇംഗ്ലീഷിന് തോന്നിയ രൂപത്തിലെ ക്വസ്റ്റ്യൻസ് ഇട്ടെന്നൊക്കെ കുട്ടികൾ പറഞ്ഞു. അതുപോലെ നമ്മൾ ഷാഫി സാറ് പറഞ്ഞു. അതായത് +2 കുറേ ടോപ്പിക്സ് ഒക്കെ വലിച്ചെടുത്തിട്ടാണ് എന്ത് ചെയ്ത് ഇംപ്രൂവ്മെന്റിന് ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ടത്. അപ്പോൾ അതുപോലെ ഫിസിക്സ് അതുപോലെയാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ പബ്ലിക് എക്സാമിന് എന്ത് വന്നിട്ടില്ല? ന്യൂമറിക്കൽ പ്രോബ്ലംസ് വന്നിട്ടില്ല. അപ്പോൾ അതായത് നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പെടൂല ഇല്ലാന്ന്. അതിനല്ലടാ നമ്മൾ റാൻസിന്റെ ഈ ചാനൽ നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഒരു വീഡിയോ കുറച്ച് സമയമുള്ളൂ. ആ ഒരു വീഡിയോ വേഗം ഒന്ന് എടുത്ത് കണ്ടാൽ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. പണി വരുന്നുണ്ട് അവറാച്ചാന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ പടി നമുക്കല്ല, അതുപോലെ തന്നെ കിട്ടും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ. ദെൻ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നോക്കടാ. സിമ്പിൾ ആണ്. P/R/Q എന്നുള്ള 3 പൊസിഷനിൽ അവിടെ എന്തായിരിക്കും? The mass of liquid flowing out is equal to mass of liquid flowing in. രണ്ടും എന്താണ്? ഈക്വൽ ആണ്. ദെൻ മാസ് എന്ന് പറയുമ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഡെൻസിറ്റി. മാസ് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. ഓക്കെ, റോ ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ AVT ആണ്. AVT എന്താ? ടൈമാണ്. ഓക്കെ, ആ ഒരു ടൈമിലുള്ള ഇത് A1 V1 T1 A2 V2 T2 അങ്ങനെ എന്ത് ചെയ്യുക? എഴുതുക. ഇനി 1ന് പകരം നിങ്ങൾക്ക് P കൊടുക്കാം. P. ഓക്കെ, ഇവിടെ അതുപോലെ R
ഇവിടെ ക്യൂ കൊടുക്കുക. ഇതിൽ ആർക്ക് കട്ടാവും? റോ കട്ടാവും, എല്ലായിടത്തും റോ കട്ടാവും, ഡെൽറ്റ ടി കട്ടാവും. ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? A1 V1 ഈക്വൽ A2 V2 ഈക്വൽ A3 V3. ദെൻ നമുക്ക് മനസ്സിലാവും AB is a constant. ഇതിനാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയാം. സിമ്പിൾ അല്ലേ? ഇപ്പോഴത്തെ എക്സാമിന് ചോദിക്കും ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബേസിലാണെന്ന്. ഓക്കെ, കൺസർവേഷൻ ഓഫ് മാസിന്റെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ ബേസിലാണ് ഇതിന്റെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉള്ളത്. ദെൻ ദ കിങ് നമ്മൾ നേരത്തെ ഒരു കിങ്ങിനെ പറഞ്ഞല്ലോ. ഓക്കെ, ഒരു കൊത്ത ഭരിക്കുന്നത് ആദ്യം ഒരു കിങ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. കൊത്ത രവി അതായിരുന്നു ആദ്യം പറഞ്ഞത്. ഇത് മകനാ. ബെർണോളിസ് പ്രിൻസിപ്പിൾ ആരാ? മകനാ. ഓക്കെ, ശ്രദ്ധിച്ചോ, ബെർണോളിസ് പ്രിൻസിപ്പിൾ ശ്രദ്ധിച്ചോടാ. എങ്ങനെയാ ബെർണോളിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യുക? ബെർണോളിസ് പ്രിൻസിപ്പിൾ ലാസ്റ്റ് ഞാൻ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ടോ. ആദ്യം അത് എങ്ങനെ ചെയ്യാൻ നോക്കുക. ഇത് ക്വസ്റ്റ്യനിൽ തരും ഈ സാധനം. അത് നോക്കിയിട്ട് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് വർക്ക് ഡൺ കാണുക. വർക്ക് ഡൺ എങ്ങനെ കാണുക? W is equal to P1 minus P2V. ഓക്കെ, അതായത് ശ്രദ്ധിച്ചോ, W1 is equal to ഇവിടുത്തെ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ അല്ലേ? പ്രഷർ P1 A1, അതല്ല ഇവിടുത്തെ P1 A1. ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇവിടെ കൊടുത്തത് V1 ഡെൽറ്റ ടി. V1 ഡെൽറ്റ ടി നിങ്ങളോട് ഞാൻ പറഞ്ഞാണ് AVT എന്ന് പറഞ്ഞാൽ എന്താ? V ആണ്. P1 V അതാണ് ഇവിടെ എന്ത് ചെയ്ത് ചെയ്തടാ എഴുതിയത്. ദെൻ നെക്സ്റ്റ് അപ്പം W2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? P2V. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് നോക്കുമ്പം W is equal to P1 minus P2V എന്ന് വരും. അതാണ് ഫസ്റ്റ് എഴുതേണ്ടത്. ദെൻ അടുത്ത നോക്കണ്ടേ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് M ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. അതാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അടുത്തത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഏതാ? mgH2 മൈനസ് mgH1. എന്നിട്ട് നമുക്കറിയാം വർക്ക് എനർജി തിയറി അനുസരിച്ച് W is equal to ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ദെൻ W പറഞ്ഞാൽ P1 മൈനസ് P2 ഇൻറ്റു V ആണ്. ദെൻ ഹാഫ് M V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് mgH2 മൈനസ് H1. ഇവിടെ അങ്ങക്ക് അറിയില്ലേ M എന്ന് പറഞ്ഞാൽ എന്താടാ? റോവി ആണ്. എന്താണ്? റോവി ആണ്. M എന്ന് പറഞ്ഞാൽ റോവി ആണ്. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന് പകരം ഇവിടെ റോവി എന്ന് വരും, ഇതിന് പകരം ഇവിടെ റോവി എന്ന് വരും. ഓക്കെ, V എല്ലായിടത്തും ഉണ്ടല്ലോ. V എല്ലായിടത്തും ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ വെട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി ബാക്കി ആരാ? P1 മൈനസ് P2. ഓക്കെ, ഹാഫ് ഇവിടെ ഇനി ബാക്കി ആരാളുള്ളത്? M ഉണ്ടോ? ഇല്ല. എമ്മിന് പകരം റോ എഴുതി. റോ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഇവിടെ ഞാൻ ആരാളുള്ളത്? M ഉണ്ടോ? ഇല്ല. റോ H2 മൈനസ് H1. ഓക്കെ, പിന്നെ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്താൽ 1 ഒക്കെ ഇക്വേഷൻ അപ്പുറത്ത് കൊണ്ടുവരാം. P1 ഇവിടെ ആരാ 1 ഉണ്ടാവുക? ഹാഫ് റോ V1 സ്ക്വയർ. അത് മൈനസ് അല്ല ഉണ്ടാവുക, മുന്നിൽ മൈനസ് ഇല്ലേ? അത് ഇക്വേഷൻ അപ്പുറത്ത് വരുമ്പോൾ എന്തായി? പ്ലസ് ആയി. 1 ഉള്ളതൊക്കെ ഒരു ഭാഗത്ത് ചെയ്താൽ P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ H1 is equal to അതേ സാധനം അപ്പുറത്തേക്ക് 2 ആക്കി എഴുതാം. ഓക്കെ, ദെൻ P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് റോ GH is a constant. എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? ഇവിടുന്ന് ഞാൻ സ്റ്റേറ്റ് ചെയ്യുക. ബെർണോളിസ് പ്രിൻസിപ്പിൾ ഈസ് ദ സം ഓഫ് പ്രഷർ, പിന്നെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പിന്നെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ? ഇറ്റ് ഈസ് എ സം ഓഫ് എന്തിൻ്റെ ഇടാ? പൊട്ടൻഷ്യൽ എനർജി എന്തിൻ്റെ ഇടാ? പ്രഷർ ആൻഡ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. കിങ് കഴിഞ്ഞു, കൊത്തരതിയും കഴിഞ്ഞു, അതുപോലെ തന്നെ നമ്മളെ ദുൽഖറിൻ്റെ കാലം കഴിഞ്ഞു. ഇനി നമ്മൾ പോവാടാ അപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഓടിച്ചു പോയിക്കോ. ടോറിസ് എല്ലീസ് ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്റ്റേറ്റ് ദാറ്റ് സ്പീഡ് ഓഫ് ഇഫ്ലക്സ് അതേപോലെ ഓർത്തുക. സ്പീഡ് ഓഫ് ഇഫ്ലക്സ് ഓഫ് എ ഫ്ലൂയിഡ് ത്രൂ എ സ്മോൾ ഹോൾ. ഒരു സ്മോൾ ഹോളിലൂടെ ഉള്ള സ്പീഡ് ഓഫ് ഇഫ്ലക്സ് എന്തിന് ഈക്വൽ ആയിരിക്കും എന്നറിയോ? ഓക്കെ, ഓപ്പൺ ടാങ്കിലൂടെ ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിക്ക് ഈക്വൽ ആയിരിക്കും. അതിനാണ് ടോറിസെല്ലി ലോ എന്ന് പറയാം. വേഗം ഓർത്ത് വെക്കാം. വെൻട്രിമീറ്റർ എന്താ അളക്കണേ നോക്കാം. എന്താ അളക്കണത്? മെഷർ ഓഫ് ഫ്ലോ ഓഫ് സ്പീഡ് എന്തിൻ്റെ? ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ സ്പീഡ് മെഷർ ചെയ്യാനാണ് വെൻട്രിമീറ്റർ. എന്താണ് മാഗ്നസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? മാഗ്നസ് എഫക്റ്റ് പറഞ്ഞാൽ ദ ഡൈനാമിക് ലിഫ്റ്റ് ഡ്യൂ ടു സ്പിന്നിങ് ആണെന്ത്? മാഗ്നസ് എഫക്റ്റ്. ഓടിച്ചു പോകട്ടെ, ഓർത്ത് വെക്കുക. കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാലും ചോദിച്ചാലോ 1 വേർഡൊക്കെ 2 മാർക്സിനൊക്കെ ചോദിച്ചാലോ. ഓക്കെ, ദെൻ ഓക്കെ 8 മിനിറ്റ് എന്നാ നോക്കടാ. നമ്മൾ ലൈറ്റ് നൈസായിട്ടൊന്ന് ഓഫായോ? ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ല. ദെൻ ശ്രദ്ധിച്ചോ
derive the expression for excess pressure inside a spherical drop. Okay, ഇപ്പം കാണാൻ കുറച്ചുകൂടെ ലുക്കില്ലേ? ഓക്കെ, ലൈറ്റിൻ്റെ കൈയായിട്ട് ഓഫ് ആയതാ കേട്ടോ. ഓക്കെ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ എക്സസ് പ്രഷർ ഇൻസൈഡ് എ സ്ഫെറിക്കൽ ഡ്രോപ്പ്. നോക്കടാ, എങ്ങനെയാ അത് ഡിറൈവ് ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാം, ഇൻസൈഡ് ആണ് പ്രഷർ കൂടുതൽ, ഔട്ട്സൈഡ് പ്രഷർ കുറവാ. ഇൻസൈഡ് പ്രഷർ കൂടുതൽ, ഔട്ട്സൈഡ് പ്രഷർ കുറവാ. അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തള്ളുമ്പം അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്താണ് ഡെൽറ്റ ആർ. ശ്രദ്ധിച്ചോ എങ്ങനെ ചെയ്യുക? അവിടുന്ന് ചെയ്യുന്ന വർക്കാണെന്ത്? W is equal to P1 മൈനസ്, ശ്രദ്ധിച്ചോട്ടോ, ഫസ്റ്റ് വർക്ക് W is equal to P1 മൈനസ് P0. അതല്ലടാ, P1 ആണ്, P1 അല്ല, PI. ഇനീഷ്യൽ 0 പറഞ്ഞാൽ ഔട്ട്സൈഡ്, ഇത് ഇൻസൈഡ്, അത് ഔട്ട്സൈഡ്. PI പറഞ്ഞാൽ ഇൻസൈഡ്, O പറഞ്ഞാൽ ഔട്ട്സൈഡ്. ഇതാണ് ഡിഫറൻസ്. ഓക്കെ, ഇൻറ്റു 4πr² എന്ന് പറഞ്ഞാൽ എന്താ? 4πr². ഇത് പ്രഷർ, ഏരിയയാണ് 4πr². എന്താ ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. ഏതാ W പറഞ്ഞാൽ F ഇൻറ്റു S ആണ് നമുക്കറിയാലോ. F പറഞ്ഞാൽ PA, പ്രഷർ ഏരിയ. പ്രഷർ എന്ന് പറഞ്ഞാൽ PI മൈനസ് P0. ഏരിയ എന്ന് പറഞ്ഞാൽ 4πr² ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ ഡെൽറ്റ ആർ. ഓക്കെ, അത് നേരെ എഴുതി കൊടുക്കുക. ഇത് കാണാതെ പഠിക്കുക. എന്ത്? എക്സ്ട്രാ സർഫസ് എനർജി, സൈറ്റിൽ S8 അല്ലെങ്കിൽ S8 എന്ന് കോർത്തുക. S8 πr ഡെൽറ്റ ആർ, S8 πr ഡെൽറ്റ ആർ, S8 πr ഡെൽറ്റ ആർ. ഓക്കെ, എവിടെയെങ്കിലും ഇപ്പം തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും, നാളെ കോപ്പി എഴുതി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെങ്ങായിമാരെ കൊണ്ട്. ഓക്കെ, നോക്കടാ, then the work done is equal to extra surface energy. അത് രണ്ടും ഈക്വൽ ആണെന്ന് എഴുതുക. ആവശ്യമില്ലാത്തതിനൊക്കെ വെട്ടുക. പൈ വെട്ടി. അവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ ഒരു 6 ഉണ്ട്, വെട്ടി. അപ്പോൾ ഇവിടെ ഒരു 6 ബാക്കി ഉണ്ടാവും. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്, അപ്പോൾ ഇവിടെ 2 ബാക്കി ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഡെൽറ്റ ആർ ഉണ്ട്, ഡെൽറ്റ ആർ വെട്ടി. അപ്പോൾ ഇക്വേഷൻ എന്ത് കിട്ടിയടാ? PI മൈനസ് P0 is equal to 2S/R. എന്ത് കിട്ടിയടാ? 2S/R കിട്ടി. നെക്സ്റ്റ്, ഒബ്റ്റെയിൻ an expression for capillarity rise. എക്സസ് പ്രഷർ നോക്കടാ. എക്സസ് പ്രഷർ ഇവിടെ തന്നിണല്ലോ. എക്സസ് പ്രഷർ നേരത്തെ നമ്മൾ കണ്ടെത്തി, പ്രഷർ ഇവിടെ തന്നിണല്ലോ. ദെൻ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂടാ, കോസ് തീറ്റ കാണുക. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല തീറ്റ ഉണ്ടാവുക. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? A/R. R എന്ന് പറഞ്ഞാൽ A കോസ് തീറ്റ. അത് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇവിടെ ആറിന് പകരം A കോസ് തീറ്റ എന്ന് കൊടുക്കാം. ദെൻ കോസ് തീറ്റ നേരെ മുകളിലോട്ട് വരും. 2 cos θ/A എന്ന് വരും. നിങ്ങൾക്കറിയാം PI മൈനസ് P0 പ്രഷർ ആണല്ലോ. അതെന്താ? HρG ആണെന്ന് അറിയാലോ. ദെൻ അത് കൊടുക്കുക. HρG is equal to 2S cos θ/A. ദെൻ എച്ചിനെ അവിടെ നിർത്തിയാൽ നമുക്ക് എന്ത് കിട്ടൂടാ? H is equal to 2S cos θ/ρGA എന്ന് കിട്ടും. കഴിഞ്ഞു. ആര് കഴിഞ്ഞുടാ? ഫ്ലൂയിഡ്സ് എന്നുള്ള കിഡിലും ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ചെറിയ ചാപ്റ്റേഴ്സ്, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അറിയേണ്ടത് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ ആണ്. വാട്ടറിന് എന്തുണ്ടാ? ഒരു അനോമലസ് ബിഹേവിയർ ഉണ്ട്. അത് എന്താണ്? ഇറ്റ് കൺട്രാക്ട് ഓൺ ഹീറ്റിംഗ്. 0 to 4 ഡിഗ്രി ആകുമ്പോൾ അത് കൺട്രാക്ട് ചെയ്യും. പക്ഷേ 4 ഡിഗ്രിനേക്കാളും ഹീറ്റ് ആകുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയാം? അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയാം. ദെൻ വൈ bodies water such as lakes and ponds freeze at ടോപ്പ്. മുകളിൽ നിന്ന് നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഫ്രീസ് ചെയ്യുന്നത്. എന്തോ കാരണം? അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ ആണെന്ന് എഴുതിയാൽ മതി. ദെൻ നെക്സ്റ്റ്, ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഏതൊക്കെയാടാ? ഒന്ന് കണ്ടക്ഷൻ ഉണ്ട്, കൺവെക്ഷൻ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സോളിഡ്സിലൂടെ നിങ്ങൾ ഇതേപോലെ ഒരു സാധനം, ഒരു പപ്പടക്കോല്, നിങ്ങൾ വീട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഒരു ഇരുമ്പ് എടുത്തിട്ട് അടുപ്പിൽ ഇങ്ങനെ വെച്ച് നോക്കുക. കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞാൽ ചൂടാണ്ട് എടുക്കും. ഈ അടുപ്പ് ആ ചൂട് ഇങ്ങനെ ഇതിലൂടെ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് വന്നാൽ ആ ചൂട് അവിടുന്ന് എന്ത് ചെയ്യുന്നത്? പാർട്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ല. അത് അടുത്ത പാർട്ടികളിലേക്ക് കൊടുത്താണ് ഇവിടെ ചൂടെത്തുന്നത്. അല്ലേ ദ കണ്ടക്ഷൻ ഈസ് ദ മെക്കാനിസം ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ 2 adjacent പാർട്ടിക്കിൾ ഓഫ് ദ ബോഡി ബിക്കോസ് ഓഫ് ദെയർ ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസിനനുസരിച്ച് പാർട്ടിക്കിൾ ഇങ്ങനെ കൊടുത്തു പോകുന്നതിനാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയാം. സോളിഡ്സിലാണ് മെയിനായിട്ട് ഉണ്ടാവാറുള്ളത്. ഇനി കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. പാർട്ടിക്കിൾ തന്നെ ഒന്നായിട്ടാണ് പോവുക. ചൂട് കാറ്റ് ഒന്നായിട്ടാണ് പോകും, തണുപ്പുള്ള ഒന്നായിട്ട് കിട്ടും. ഇങ്ങനെയുള്ളതിനെ നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് നടക്കാറുള്ള ഫ്ലൂയിഡ്സിലാണ്. ഫ്ലൂയിഡ്സ് പറഞ്ഞാൽ എയർ മീൻസ് ഗ്യാസും അതുപോലെ തന്നെ ലിക്വിഡ്സും പറ്റും. ദെൻ അടുത്ത മെത്തേഡാണ് റേഡിയേഷൻ. ദ മെക്കാനിസം ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വിച്ച് ഡസ് നോട്ട് റിക്വയർഡ് മീഡിയം ആവശ്യമില്ലാത്തതിനാണ് നമ്മൾ എന്താ പറയുക? റേഡിയേഷൻ എന്ന് പറയുക. റേഡിയേഷൻ എന്ന് പറയുക. കുഴപ്പമുണ്ടോ? ഇത് 3 ഓർത്തൊക്കെ എക്സാമിന് ചോദിക്കും, ഉറപ്പാണ് എക്സാമിന് ചോദിക്കും. ദെൻ നോക്കടാ, നെക്സ്റ്റ് ചാപ്റ്റർ തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിൽ ഏതാ മക്കൾ പഠിക്കേണ്ടത്? 0th ലോ അറിയണം, അതുപോലെ തന്നെ ഫസ്റ്റ് ലോ അറിയണം. 0th ലോ എന്താണ്? TA അതുപോലെ തന്നെ ഇഫ് TA ഈക്വൽ ടു TC ആൻഡ് TB ഈക്വൽ ടു TC, ദെൻ TBയും TAയും എന്താവും? ഈക്വൽ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ ഉണ്ടായതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, TAയും TCയും ഈക്വൽ ആണ്.
ടി ബിയും ടി സിയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടാളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ള രൂപത്തിൽ ഓർത്ത് വെച്ചാൽ മതി. എടാ ഫസ്റ്റ് ലോ എന്ന് പറയുമ്പോൾ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. എന്താണ്? ഹീറ്റ് സപ്ലൈഡ് ടു എ സിസ്റ്റം ഈസ് പാർഷ്യലി യൂസ്ഡ് ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി. ഇതാണ് ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ആൻഡ് റെസ്റ്റ് യൂസ് ചെയ്യുന്നതിന് വർക്കിനാണ് യൂസ് ചെയ്യുന്നത്. കൊടുക്കുന്ന ഹീറ്റ് കുറച്ച് ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യണം. ബാക്കി എന്തിനാ യൂസ് ചെയ്യുന്നത്? വർക്കിനുമാണ് യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ, ഡിറൈവ് ദ റിലേഷൻ കണക്റ്റിംഗ് മേയേഴ്സ് റിലേഷൻ സി പി ആൻഡ് സി വി തമ്മിലുള്ള റിലേഷൻ നോക്കണം. സി വി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി ആണ്. സി വി പറഞ്ഞാൽ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി ആണ്. ഓക്കെ, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ സി പി പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി പ്ലസ് പി പ്രഷർ ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഓക്കെ, ദെൻ സി പി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി പ്ലസ് ആർ ബൈ ആർ ഇവിടുന്ന് കിട്ടി. പി വി സി ഈക്വൽ ടു എൻ ആർ ടി അല്ലേ? പി വി സി ഈക്വൽ ടു ആർ ടി എന്ന് എടുക്കാം നമുക്ക്. ദെൻ പി ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താടാ? ആറാണ്. കാരണം ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അവിടെ എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. അപ്പോൾ ഈ സാധനം എന്താടാ? ആറാണ്. നിങ്ങൾ അങ്ങനെ ഒന്നും പഠിക്കണ്ട. നൈസായിട്ട് ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നൈസായിട്ട് ഇങ്ങനെ എഴുതുക. സി വി പറഞ്ഞാൽ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അറിയാം. സി പി പറഞ്ഞാൽ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി പ്ലസ് ആർ തന്നെ എഴുതുക. തുടക്കത്തിൽ ഈ സാധനം വേണ്ട. ദെൻ ആർ തന്നെ എഴുതുക. ഓക്കെ, ദെൻ ഈ സാധനം നമ്മൾ എവിടെയോ കണ്ടല്ലോ. ആ സാധനം എന്താണ്? സി വി ആണ്. ഓക്കെ, അപ്പോൾ സി പി എന്ന് പറഞ്ഞാൽ സി വി പ്ലസ് ആർ ആണ്. സി പി പറഞ്ഞാൽ സി വി പ്ലസ് ആർ ആണ്. അല്ലെങ്കിൽ ആർ എന്ന് പറഞ്ഞാൽ സി പി മൈനസ് സി വി ആണ്. ഇതാണ് മേയേഴ്സ് റിലേഷൻ. ഓർത്തു വെക്കുക. ദെൻ ഐസോതെർമൽ എക്സ്പാൻഷൻ. ആ 4 ടേമും ഒന്ന് ഓർത്തു വെക്കുക. ഒന്ന് ഐസോതെർമൽ എക്സ്പാൻഷന്, അഡബാറ്റിക് എക്സ്പാൻഷന്, അതായത് ഐസോതെർമൽ കംപ്രഷൻ, അഡബാറ്റിക് കംപ്രഷന്. ഈ 4 ഇമ്പോർട്ടൻ്റ്. അത് 4 മാർക്കിന് ഒരു കൊല്ലം ചോദിച്ചു. ഇത് ഓരോന്നും എവിടെയെന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എഫിഷ്യൻസി, ഇത് വെച്ചുള്ള ഒരു പ്രോബ്ലം നമ്മൾ എവിടെ ചെയ്തിട്ടുണ്ട്? നമ്മളെ ന്യൂമറിക്കൽസ് എന്നുള്ള വീഡിയോയിൽ ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. കാണുക, ആ പ്രോബ്ലം ചെയ്ത് പഠിക്കുക. ദെൻ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ ആദ്യം തന്നെ അറിയേണ്ടത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താ? The total number of independent ways in which a system can possess energy. Total number of independent ways എന്തിനു വേണ്ടിയിട്ടാ? ഒരു സിസ്റ്റത്തിന് എനർജി പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേസിനെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയാം. എന്താടാ? ഇക്വിപാർട്ടീഷൻ. മക്കളെ സ്പീഡ് കൂടില്ലേ? കാരണം നമ്മൾ ടൈം അത്രയായി. നമ്മൾ എത്രാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിട്ടോ? ഇത് കഴിഞ്ഞാൽ ഇനി 2 ചാപ്റ്റർ ആണുള്ളത്. ആ 2 ചാപ്റ്റർ ഒന്നും കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 60 ഔട്ട് ഓഫ് 60 നിങ്ങൾക്കല്ലേ. നോക്കിക്കോ ഇക്വിപാർട്ടീഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്തിനാ? ഈക്വൽ ആയിട്ട് പാർട്ട് ടൈം എനർജി. നോക്കിക്കോ, എന്താടാ? The total energy is equally distributed all possible energy modes with each mode having an average energy is equal to half kBT. എന്താ പറഞ്ഞേ? എനർജി is equally distributed in all possible energy modes. എല്ലാ പോസിബിൾ ആയിട്ടുള്ള എനർജി മോഡ്സിലേക്കും ഈക്വൽ ആയിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഒന്നിൽ എത്ര ഉണ്ടാവുക? ഹാഫ് kBT ആണ്. അതിനാണ് ഇക്വിപാർട്ടീഷൻ എനർജി എന്ന് പറയുക. ദെൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ ദ മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ ദ മീൻ ഫ്രീ പാത്ത് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ മോളിക്യൂൾ ബിറ്റ്വീൻ സക്സസീവ് കൊളീഷൻ്റെ ഇടയിൽ കവർ ചെയ്യുന്ന ആവറേജ് ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് മീൻ ഫ്രീ പാത്ത്. ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. 1/√n/d². ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കുക. ഇത്രയേ ഉള്ളൂ. എന്ത്? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് KTG എന്ന് ചുരുക്കി വിളിക്കുന്ന ഓമന പേരിൽ KTG എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ ഈ 3 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. ഒന്ന് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തൊന്ന് റെഡി ആയി വെച്ചോ. ദെൻ മൂവ് ടു ദ നെക്സ്റ്റ് ഓസിലേഷൻ. ഏതാണ്ടാ ഓസിലേഷൻ? നോക്കടാ, ഓസിലേഷനിൽ അറിയേണ്ടത് വെലോസിറ്റി അറിയണം. വെലോസിറ്റി VC ഈക്വൽ ടു. ഞാൻ കുറച്ച് സമയം ചില ചാപ്റ്ററിൽ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. എന്തുകൊണ്ടാ? അതിൽ അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. അത്ര കുറച്ച് സാധനങ്ങളെ പഠിക്കാനുള്ളൂ. ചില ചാപ്റ്ററിന് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാവും. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ദെൻ വെലോസിറ്റിയുടെ ഇക്വേഷന് VC ഈക്വൽ ടു ω√A² - x². ദെൻ ആക്സലറേഷൻ ആകുമ്പോൾ അതെന്താടാ? -ω²x. ദെൻ അതുപോലെ തന്നെ കൈനറ്റിക് എനർജി 12 mω² × A² - x². ദെൻ അത് കാരണം ഈ V ആട്ടോ, V², 12 mv² തന്നെ ഈ സാധനമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ആയാലും ഒക്കെ അതുപോലെ എടുത്ത് എഴുതുക. പ്രശ്നമാക്കണ്ട, സീനാക്കണ്ട. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു സാധനമാണ് ദ സിമ്പിൾ പെൻഡുലം. ഓക്കെ, ദ പെൻഡുലം ഓഫ് പീരീഡ്
2 പീരീഡ് 2 ആയിട്ടുള്ള ഒരു പെൻഡുലത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? സെക്കൻഡ് പെൻഡുലം. എന്താ വിളിക്കുക? സെക്കൻഡ് പെൻഡുലം. അതിന്റെ ലെങ്ത് എന്തായിരിക്കും? 1 മീറ്റർ ആയിരിക്കും. ഓക്കെ, പീരീഡ് 2 ആയിട്ടുള്ള പെൻഡുലത്തിന് എന്ത് വിളിക്കും? സെക്കൻഡ് പെൻഡുലം. അതിന്റെ ലെങ്ത് എന്തായിരിക്കും? 1 മീറ്റർ ആയിരിക്കും. ഓർത്തിരിക്കുക. മൂവ് ഓൺ ടു ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ. ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നമ്മൾ പറയുന്നത് ഓപ്പൺ പൈപ്പും ക്ലോസ്ഡ് പൈപ്പിന്റെ ഒക്കെ ഡെറിവേഷൻ ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചിരുന്നോ? തീരാൻ പോവാണ്. അവസാന നാളുകൾക്ക് ദ സ്ലീപ്ലെസ് നൈറ്റ്സ് ആണെന്ന്. ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണ്. ഇന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് നാളെ എക്സാമിന്, ഇംപ്രൂവ്മെന്റ് എക്സാമിന് മാക്സിമം മാർക്ക് വാങ്ങുന്നവരിൽ, ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങുന്നവരിൽ നമ്മൾ ഉണ്ടാകും. ഈ വീഡിയോ കണ്ടവർ മുഴുവൻ ഉണ്ടാകും. റാൻസിന്റെ മക്കൾ ഉണ്ടാകും. നാളെ ഫിസിക്സ് എക്സാം ഏറ്റവും എളുപ്പമുള്ള എക്സാം ആയിട്ട് മാറട്ടെ എന്ന് റാൻസിന്റെ അധ്യാപകർ മുഴുവൻ പ്രാർത്ഥനയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, നിങ്ങളുടെ പ്രവർത്തനമുണ്ട്. നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ നടക്കുന്നുണ്ട്. അപ്പോ നാളത്തെ എക്സാം എളുപ്പമായിരിക്കും. ദെൻ വേവ്സ് നോക്കടാ. വേവ്സിൽ ആദ്യം തന്നെ ഞാൻ പഠിപ്പിക്കുന്നത് ക്ലോസ്ഡ് പൈപ്പാണ്. ക്ലോസ്ഡ് പൈപ്പ് ചോദിച്ചാൽ മക്കളെ ഇങ്ങനെ വരച്ചു വെക്കുക. വരക്കാനുള്ളത് നിങ്ങൾ നോക്കി വെക്കട്ടോ. ഞാൻ എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞാൽ L is equal to λ/4 ആണ്. നിങ്ങൾക്ക് ഇക്വേഷൻ അറിയില്ലേ? V is equal to ന്യൂ ലാംഡ. V is equal to ന്യൂ ലാംഡ. V is equal to ന്യൂ ലാംഡ. പുതിയ ലാംഡ എന്ന് ഓർത്ത് വെക്കുക. V is equal to ന്യൂ ലാംഡ. അങ്ങനെയാണെങ്കിൽ ന്യൂ എത്രയിടാ? V/λ. ഇവിടെ L is equal to λ/4 എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ലാംഡ എന്ന് പറഞ്ഞാൽ 4L എന്ന് വരും. ഓക്കെ, അപ്പോൾ V/4L എന്ന് വരും. അങ്ങനെ ഓരോന്നിൻ്റെ ഡെറിവേഷൻ ഓർത്ത് വെക്കുക. ജസ്റ്റ് നോക്കിയാൽ പെട്ടെന്ന് നോക്കിയാൽ മതി. ആദ്യത്തെ V1 = V/4L. അടുത്തത് എളുപ്പമായിട്ട് എഴുതാൻ V3. അടുത്തത് V3 ആണ്. V1 കഴിഞ്ഞാൽ V3. 3 × V/4L. ഓക്കെ, അടുത്തത് 5 × V/4L. നൈസായിട്ട് ഓർത്ത് വെക്കുക. അതായത് thus only odd harmonics are produced by closed pipe. Closed pipe V1, V2, V3, V1, V3, V5 1:3:5 ആണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് നോർമൽ ഉണ്ടാവുക. then the open pipe നോക്കടാ. L is equal to λ/2. നേരത്തെ പോലെ തന്നെ ന്യൂ1 എത്രയിടാ? V/2L. ഇവിടെ V2 എത്രയിടാ? 2 × V/2L. ഇവിടെ V3 എത്രയിടാ? 3 × V/2L. അപ്പം thus all harmonics are possible in open pipe. ഓപ്പൺ പൈപ്പിലാണ് എല്ലാ ഹാർമോണിക്സും പോസിബിൾ ആയിട്ടുള്ളത്. V1, V2, V3 1, 2, 3 എന്നുള്ളത് ഇതിലാണ്, ഓപ്പണിലാണ്. ക്ലോസ്ഡിലാണെങ്കിൽ 1, 3, 5 ആണ്. ഓർമ്മയിൽ ഉണ്ടാവണം മക്കളെ, കൃത്യമായിട്ട് പഠിക്കണം. എങ്കിൽ കഴിഞ്ഞു. ഇതാ 14 ചാപ്റ്ററുകളും ഇവിടെ അവസാനിക്കുകയാണ്. ഫിസിക്സ് എന്ന സൂര്യോദയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയുള്ള രാത്രി നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ്. ഷൈജുവേട്ടന്റെ ഒരു ഇതൊക്കെ കേട്ടില്ലേ? ഓക്കെ, why this man is called genius. എന്തുകൊണ്ടാണ് ആ മനുഷ്യനെ ജീനിയസ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്? എന്തുകൊണ്ടാണ് വിളിച്ചിരുന്നത്? അദ്ദേഹം നമ്മൾ വിളിക്കുകയാണ് why you are called genius. നിങ്ങൾ എന്തുകൊണ്ടാണ് ജീനിയസ് ആകുന്നത് ഞാൻ പറയുന്നത്? നിങ്ങൾ ഇന്ന് രാത്രി ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യും. എന്താണ് നിങ്ങൾ ചെയ്യുക? ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ നോട്ട് എടുത്തിട്ട് വീണ്ടും വർക്ക്ഔട്ട് ചെയ്ത് നോക്കും. ഇന്ന് രാത്രി നിങ്ങൾ ഈ ലൈവിന്റെ നോട്ട്സ് ഫുള്ളായിട്ട് പഠിക്കും, ഫുള്ള് സെറ്റാക്കും. എന്നിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? ഇന്ന് ഉറങ്ങുള്ളൂ. എന്നിട്ട് നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് വീണ്ടും ഈ ലൈവിന്റെ നോട്ട്സ് എടുത്ത് വായിക്കുകയോ അല്ലെങ്കിൽ റാൻസിന്റെ +1 എന്നുള്ള ചാനലിൽ കയറിയിട്ട് അതിൽ ഫിസിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് പെട്ടെന്ന് കാണുകയോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇരുന്ന് ഡെറിവേഷൻസ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ വിളിക്കും, നിങ്ങൾ ജീനിയസ് ആണ്. നിങ്ങൾക്കായിരിക്കും നാളെ എക്സാമിന് ഏറ്റവും സിമ്പിളായിട്ട് എക്സാം എഴുതാൻ പറ്റുക. കാരണം എന്താ മക്കളെ? റിപ്പീറ്റേഷൻ എന്ത് ചെയ്യും? പെർഫെക്റ്റ് ആക്കും നമ്മളെ. നമ്മളുടെ ഹോപ്പ്, നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് നാളത്തെ എക്സാം ഏറ്റവും എളുപ്പമായിരിക്കും എന്നുള്ള. ഇതുവരെ കഴിഞ്ഞ എക്സാമിലൊക്കെ മക്കൾ പറഞ്ഞു മാത്സ് റഫായിരുന്നു സാറേ എന്ന് പറഞ്ഞു, കെമിസ്ട്രി റഫായിരുന്നു സാറെന്ന് പറഞ്ഞു. ചില മക്കൾ പറഞ്ഞു ഇംഗ്ലീഷ് എന്തോ ആണ് ചോദിച്ചത്, പക്ഷേ ഷാഫി സാർ പറഞ്ഞു തന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ എഴുതി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഫിസിക്സ് ഇനി ടഫ് ആകൂല എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമ്മളുള്ളത്. ടഫായാലും നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? ബെസ്റ്റും പ്രതീക്ഷിക്കണം, ഏറ്റവും മോശപ്പെട്ട അവസ്ഥയും പ്രതീക്ഷിക്കണം, ഏറ്റവും ഗുഡും പ്രതീക്ഷിക്കണം, ഏറ്റവും ബാഡും പ്രതീക്ഷിക്കണം. ഗുഡായ നമ്മൾ പൊളിക്കും, ബാഡായാലും
പൊളി പൊളിക്കും. അത്രേ ഉള്ളൂ. നമ്മുടെ പോളിസി ഏതാടാ? ഗുഡ് ആണെങ്കിൽ നമ്മൾ പൊളിക്കും, ബാഡ് ആണെങ്കിൽ എക്സാം വളരെ മോശം ഭയങ്കര ടഫായാലും നമ്മൾ പഠിച്ച സാധനങ്ങൾ തന്നെ ഉള്ളുള്ളൂടാ, ഇതന്നെയല്ലേ ഉള്ളൂ എക്സാമിന് വരുള്ളൂ. അല്ലേ നിങ്ങൾ ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഈ പവറുകൾ, ഈ പവറോടുകൂടി നാളത്തെ എക്സാം കഴിഞ്ഞ് ചിരിച്ച മുഖത്തോടുകൂടി ഹാപ്പി ആയിട്ട് വരുന്ന മക്കളായിരിക്കട്ടെ റാൻസിന്റെ മക്കൾ എന്ന് വീണ്ടും 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 പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെ ലൈവിൽ കട്ടക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന നമ്മുടെ റാൻസിന്റെ മക്കൾക്ക് താങ്ക് യു, ഉള്ളിൽ നിന്നുള്ള താങ്ക് യു പറഞ്ഞുകൊണ്ട് നാളത്തെ എക്സാമിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആവട്ടെ എന്നും ഏറ്റവും നല്ല മാർക്ക് 60 out of 60 നിങ്ങൾക്ക് കിട്ടട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താണ്. നമുക്ക് വീണ്ടും വീണ്ടും +2 ലൈവിൽ കാണാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഓക്കെ.